ഹായ് ഡിയേഴ്സ്, ദക്ഷിണ അക്കാഡമിയുടെ കീമസോൺ സീരീസിൻ്റെ മറ്റൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കെമിസ്ട്രിയിൽ നമ്മൾ 4 ചാപ്റ്ററുകളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. 4 ഫിസിക്കൽ കെമിസ്ട്രിയുടെ ചാപ്റ്ററുകളാണ്. ആദ്യം ഫസ്റ്റ് ഇയറിൽ നിന്നുള്ള ഇക്വിലിബ്രിയം, തെർമോഡൈനാമിക്സ്, റിഡോക്സ് റിയാക്ഷൻ. സെക്കൻഡ് ഇയറിലെ കെമിസ്ട്രിയുടെ പോർഷനായ ഇലക്ട്രോ കെമിസ്ട്രി. ഈ 4 ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്ററുകളാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 2024 കീം എക്സാമിനേഷനും ഈ ചാപ്റ്ററിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ള വെയിറ്റേജിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ആദ്യം തെർമോഡൈനാമിക്സിലേക്ക് നോക്കുകയാണെങ്കിൽ തെർമോഡൈനാമിക്സിനകത്ത് നിന്ന് 2, 1, 3 അങ്ങനെ പല രീതികളിൽ ക്വസ്റ്റ്യൻസ്, മാക്സിമം 3 ക്വസ്റ്റ്യൻസ് വരെ ഓരോ സെഷനിലും ചോദിച്ചിട്ടുണ്ട്. ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് 3, 2, 4 ചോദ്യങ്ങൾ വരെ ഇക്വിലിബ്രിയത്തിൽ നിന്ന് ഒരു സെഷനിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. റിഡോക്സ് റിയാക്ഷൻ കമ്പാരിറ്റീവ്ലി നമ്മൾ ഈ എടുക്കുന്ന ഇന്നത്തെ സെഷനിൽ ഏറ്റവും കുറവ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ് റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷൻ്റെ ബാക്കിയായിട്ട് വരുന്ന പോർഷനാണ് ഇലക്ട്രോ കെമിസ്ട്രി. ഇലക്ട്രോ കെമിസ്ട്രിക്കകത്തുന്ന 2 ചോദ്യങ്ങൾ ചില എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല. എനിവേ 4 ചാപ്റ്ററുകൾ, 4 ഫിസിക്കൽ കെമിസ്ട്രിയുടെ ന്യൂമറിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഫിസിക്കൽ കെമിസ്ട്രിയുടെ 4 പ്രധാനപ്പെട്ട ചാപ്റ്ററുകളാണ് തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, റിഡോക്സ് റിയാക്ഷൻ, അതുപോലെ തന്നെ റിഡോക്സിൻ്റെ ബാക്കിയായിട്ടുള്ള ഇലക്ട്രോ കെമിസ്ട്രി. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് തെർമോഡൈനാമിക്സിലേക്കാണ്. ഇപ്പം തെർമോഡൈനാമിക്സിൽ നമുക്കറിയാം പ്രധാനപ്പെട്ടത് എൻട്രോപ്പി, എൻതാൽപ്പി, ബോണ്ട് എനർജി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് തെർമോഡൈനാമിക്സിൽ. ആദ്യം തന്നെ തെർമോഡൈനാമിക്സ് സിസ്റ്റങ്ങളിലേക്ക് വന്നാൽ 3 ടൈപ്പ് തെർമോഡൈനാമിക് സിസ്റ്റങ്ങളാണ് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ളത്. 1 ഓപ്പൺ സിസ്റ്റം, 2 ക്ലോസ്ഡ് സിസ്റ്റം, 3 ഐസൊലേറ്റഡ് സിസ്റ്റം. മാറ്ററും എനർജിയും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റങ്ങളാണ് ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, പക്ഷേ എനർജി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത സിസ്റ്റങ്ങളാണ് ക്ലോസ്ഡ് സിസ്റ്റം. എനർജിയും മാറ്ററും രണ്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കാത്ത സിസ്റ്റങ്ങളാണ് നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തുടങ്ങുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് 3 ടൈപ്പ് സിസ്റ്റങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. പിന്നീട് തെർമോഡൈനാമിക്സിലെ അടുത്ത പ്രധാനപ്പെട്ട പാരാമീറ്ററാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയും എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയും. ഇൻറ്റൻസീവും എക്സ്റ്റെൻസീവും മാറ്ററിൻ്റെ അളവിനെ അല്ലെങ്കിൽ സിസ്റ്റത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന മാറ്ററിൻ്റെ അളവിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടികൾക്കാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ മാറ്റർ പ്രസന്റ് ഇൻ ദി സിസ്റ്റം. മാസ്, വോളിയം, ഇന്റേണൽ എനർജി, എൻട്രോപ്പി, എൻതാൽപ്പി, ഫ്രീ എനർജി, ഇവരെല്ലാം എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. എന്നാൽ മറ്റ് ചില പ്രോപ്പർട്ടികളുണ്ട്. ഇവർ മാറ്ററിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ സിസ്റ്റത്തിനകത്തുള്ള മാറ്ററിൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടിയാണ്. നമ്മളവരെ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കും. എക്സാമ്പിളാണ് ടെമ്പറേച്ചർ, പ്രഷർ, വിസ്കോസിറ്റി, ഡെൻസിറ്റി, മോളാർ മാസ്, ഇങ്ങനെയുള്ളതെല്ലാം തന്നെ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ഉണ്ട്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഉണ്ട്. മാറ്ററിൻ്റെ പ്രസൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട്, ഇൻഡിപെൻഡൻ്റ് ചെയ്യുന്നതുകൊണ്ട്. തെർമോഡൈനാമിക് പ്രോസസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 5 ടൈപ്പ് തെർമോഡൈനാമിക് പ്രോസസ്സുകളാണ് നമുക്ക് ഓർത്തിരിക്കേണ്ടത്. ഒന്ന് ഐസോതെർമൽ പ്രോസസ്സ്, അതായത് ആ പ്രോസസ്സിനുടനീളം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. ഐസോതെർമൽ പ്രോസസ്സ്, ഡെൽറ്റ ടി വാല്യൂ 0 ആയിരിക്കും. ഡെൽറ്റ ടി വാല്യൂ 0, ദർ ഈസ് നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിന് വ്യത്യാസമൊന്നുമില്ല. രണ്ടാമത്തത് അഡേബാറ്റിക് പ്രോസസ്സ് ആണെങ്കിൽ അവിടെ ഹീറ്റിന് വ്യത്യാസമില്ല. ഡെൽറ്റ ക്യൂ ഈക്വൽസ് ടു 0 ആയിരിക്കും. ക്യൂ വാല്യൂ 0 ആയിരിക്കും. ഐസോബാറിക് പ്രോസസ് ആണെങ്കിൽ പ്രഷർ റിമൈൻ കോൺസ്റ്റന്റ്, ഡെൽറ്റ പി 0 ആയിരിക്കും. ഐസോകോറിക് ആണെങ്കിൽ വോള്യത്തിന് ചേഞ്ച് ഉണ്ടാകില്ല. സിസ്റ്റത്തിലുടനീളം അല്ലെങ്കിൽ ആ പ്രോസസ്സിനുടനീളം വോള്യത്തിന് ചേഞ്ച് ഉണ്ടാകില്ല. സൈക്ലിക് പ്രോസസ്സുകളാണെങ്കിൽ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ചേഞ്ച് 0 ആയിരിക്കും. അപ്പോൾ 5 ടൈപ്പ് പ്രോസസ്സുകൾ: തെർമൽ, ഐസോതെർമൽ, അഡേബാറ്റിക്, ഐസോബാറിക്, ഐസോകോറിക് ആൻഡ് സൈക്ലിക് പ്രോസസ്സ്. അവരുടെ ജനറൽ ക്രൈറ്റീരിയാസ് ഓർത്തിരിക്കുക. ഇനി വരേണ്ട ഭാഗം എന്ന് പറയുന്നത് തെർമോഡൈനാമിക്സിന്റെ ഫസ്റ്റ് ലോ ആണ്. ശരിക്കും ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ എനർജിയുടെ കൺസർവേഷൻ ആണ്. എനർജി നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നാണ്. അപ്പോൾ അതിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ് ഇന്റേണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് വർക്കിന്റെയും അതുപോലെ തന്നെ ഹീറ്റിന്റെയും സമ്മാണെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഡെൽറ്റ യു ഈക്വൽസ് ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ക്യൂ എന്ന് പറഞ്ഞാൽ ഹീറ്റ്, ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വർക്കാണ്. അപ്പം അതിൽ നിന്നാണ് നമ്മൾ ഇന്റേണൽ എനർജി, എൻതാൽപ്പി, ഹീറ്റ് കണ്ടന്റ്, എൻതാൽപ്പി എന്നുള്ള ടേമിലേക്ക് വന്നിരുന്നത്. എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഹീറ്റ് കണ്ടന്റ്. എൻതാൽപ്പിയും ഇന്റേണൽ എനർജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഡെൽറ്റ എച്ച് ഈക്വൽസ് ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി.
അതല്ല എങ്കിൽ ഐഡിയൽ ഗ്യാസിന്റെ ഒരു ഇക്വേഷനുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനെ മറ്റൊരു ഫോർമാറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഡെൽറ്റ എച്ച് ഈക്വൽസ് ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. അതായത് എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി ചേഞ്ച് ഡെൽറ്റ യുവിൻ്റെയും പി ഡെൽറ്റ വി, അതായത് വർക്ക്, പ്രഷറും വോളിയം വർക്കിന്റെയും സമ്മിന് തുല്യമാണ്. ഇനി ഡെൽറ്റ എച്ച് ഈക്വൽസ് ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള ഗ്യാസ് മോളിക്യൂൾസിന്റെ നമ്പർ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡ് കുറയ്ക്കുക, പ്രോഡക്റ്റ് സൈഡിൽ നിന്ന് റിയാക്ടന്റ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഡെൽറ്റ എൻ ജി എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടൊരു ചോദ്യമാണിത്. ചൂസ് ദി റിയാക്ഷൻ ഇൻ വിച്ച് ഡെൽറ്റ എച്ച് ഇസ് നോട്ട് ഈക്വൽ ടു ഡെൽറ്റ യു. ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും തുല്യമല്ലാത്തത് ആരെന്നാണ്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ഇക്വേഷൻ അനുസരിച്ച് ഡെൽറ്റ എച്ച് ഈക്വൽസ് ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി എന്നാണ്. അതായത് ഡെൽറ്റ എച്ച് ഡെൽറ്റ യുവിന് ഈക്വൽ ആകണമെങ്കിൽ ആറും ടിയും കോൺസ്റ്റന്റ് ആണ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറാണ്, ടെമ്പറേച്ചറിന് ഒരു വാല്യൂ ഉണ്ട്, ഒരു ഫിക്സ്ഡ് വാല്യൂ ആണ്. അപ്പം ഡെൽറ്റ എൻ എന്ന് പറയുന്നത് അവിടുത്തെ 0 ആയിട്ട് വരണം. അപ്പം ഡെൽറ്റ എൻ 0 ആയിട്ട് വരുമ്പോഴാണ് ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും എൻതാൽപ്പി ചേഞ്ചും ഇന്റേണൽ എനർജി ചേഞ്ചും രണ്ടും തുല്യമായിട്ട് വരുന്നത്. അപ്പം ഇവിടെ ഏതാണ് അത്? ഓരോ റിയാക്ഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റിൻ്റെയും ലെഫ്റ്റിൻ്റെയും നമ്പർ ഓഫ് മോൾസ് നോക്കണം. ഇപ്പം ഇവിടെയാണെങ്കിൽ ഒരു ഈഥൈനും ഉണ്ട്, ഈഥീനും ഉണ്ട്, ഒരു ഹൈഡ്രജൻ ഗ്യാസും ഉണ്ട്. ഇപ്പം റൈറ്റ് ഹാൻഡ് സൈഡിൽ 1 മോളും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2 മോൾസും ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. ബാക്കി എല്ലാ ഇക്വേഷനിലും ഡെൽറ്റ എൻ 0യാ. റൈറ്റ് സൈഡിലെ ഗ്യാസും ലെഫ്റ്റ് സൈഡിലെ ഗ്യാസും ആണ് നോക്കേണ്ടത്. സോളിഡ്, ഗ്രാഫൈറ്റ് ഒക്കെ സോളിഡാണ്. സോളിഡ് ഒന്നും എടുത്തു വെക്കരുത്. അപ്പോൾ ഡെൽറ്റ എൻ 0 ആയി വരുന്ന ഏതൊക്കെ റിയാക്ഷനിലാണെങ്കിലും അവിടെ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ഡെൽറ്റ യുവിന് തുല്യമായിരിക്കും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നമുക്ക് ആ മാത്തമാറ്റിക്കൽ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇനി ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ബൈ 1 ഡിഗ്രി. ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഹീറ്റിന്റെ അളവിനെയാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. അത് തന്നെ മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ 1 മോൾ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഹീറ്റ് എനർജിയാണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി. 1 മോളിന് പകരം 1 ഗ്രാം ആണ്. ഒരു പെർട്ടിക്കുലർ എമൗണ്ട്, ഒരു യൂണിറ്റ് എമൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് 1 ഗ്രാം ആണ്. 1 ഗ്രാം സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ചൂടിന്റെ അളവിനെയാണ് നമ്മൾ അതിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റന്റ് വോളിയത്തിലുണ്ട്, നമ്മൾ അതിനെ CV എന്ന് വിളിക്കും. ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റന്റ് പ്രഷറിലുണ്ട്, CP ഉണ്ട്. അപ്പോൾ CPയും CVയും തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ കിട്ടേണ്ട വാല്യൂ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് R ആണ്. മേയേഴ്സ് ഇക്വേഷൻ CP - CV = R എന്ന്. ഇനി കുറച്ച് എൻതാൽപ്പി ചേഞ്ചുകളെ പറ്റിയാണ്. ഒരു റിയാക്ഷന്റെ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡേർഡ് റിയാക്ഷൻ തന്നിട്ടുണ്ട് എങ്കിൽ ആ ഒരു റിയാക്ഷന്റെ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിയാക്ഷന്റെ എൻതാൽപ്പി ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് അതിന്റെ പ്രോഡക്റ്റിന്റെ എത്ര പ്രോഡക്റ്റുകൾ എത്ര എണ്ണം ഉണ്ടോ അവരുടെ എൻതാൽപ്പിയുടെ സമ്മിൽ നിന്ന് റിയാക്റ്റന്റുകളുടെ എൻതാൽപ്പിയുടെ സമ്മ് കുറച്ചാൽ മതി. ഡെൽറ്റ എച്ച് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് പ്രോഡക്റ്റ് മൈനസ് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് റിയാക്റ്റന്റ്. ഇത് സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണെങ്കിൽ നമ്മൾ അതിനെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് 0 എന്ന് വിളിക്കും. അപ്പം അതുമായിട്ട് കണക്ട് ചെയ്തൊരു ചോദ്യമാണ്, എൻതാൽപ്പി ചേഞ്ചുമായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലെ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അയണും ഓക്സിജനും പോലത്തെ എലമെന്റൽ സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആൾക്കാരുടെ എൻതാൽപ്പി ഫോർമേഷൻ എന്ന് പറയുന്നത് 0 ആയിട്ടാണ് നമ്മൾ കണക്കാക്കാറുള്ളത്. ഇപ്പോൾ ഒരു ചോദ്യമാണ്, ഇതുമായിട്ട് കണക്ട് ചെയ്തു. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് H2O ആൻഡ് ഫെറിക് ഓക്സൈഡ് രണ്ടുപേരുടെയും തന്നിട്ടുണ്ട്. -286 കിലോ ജൂൾസ് പെർ മോൾ ആൻഡ് -824 കിലോ ജൂൾസ് പെർ മോൾ. What is the standard enthalpy change for the following reaction? അപ്പോൾ റിയാക്ഷനിലെ H2O ലിക്വിഡ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, അയൺ സോളിഡ് ആണ്. അപ്പോൾ സോളിഡ് അല്ലെങ്കിൽ അവർ എലമെന്റൽ സ്റ്റേറ്റിൽ, അയൺ മാത്രമേ ഉള്ളൂ, എലമെന്റൽ സ്റ്റേറ്റിൽ ഇരിക്കുന്നവരുടെ ഡെൽറ്റ എച്ച് വാല്യൂ ഫ്രീ എനർജി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ 0 ആണ്. അതുപോലെ തന്നെ ഹൈഡ്രജൻ എലമെന്റൽ സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഹൈഡ്രജൻ മോളിക്യൂൾ ആണ്, മറ്റൊന്നുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടില്ല, ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സ്റ്റേറ്റിലാണെങ്കിൽ അവരുടെയും സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ 0 ആയിരിക്കും. നമ്മൾ നോക്കേണ്ടത് എന്താ, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡെൽറ്റ എച്ച് ഓഫ് ദി റിയാക്ഷൻ ഈക്വൽസ് ടു
റൈറ്റ് ഹാൻഡ് സൈഡിലെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വാട്ടറാണ്. അത് 3 ഇൻറ്റു സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ, വാട്ടറിൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ മൈനസ് Fe2O അതിൻ്റെ ഡെൽറ്റ എച്ച്, Fe2O3യുടെ ഡെൽറ്റ എച്ച് കുറച്ചാൽ മതി. ദാറ്റ് ഈസ് 3 ഇൻറ്റു H2യുടെ വാല്യൂ മൈനസ് 286 ആണ്, മൈനസ് 824 കിലോ ജൂൾസ്, ഡെൽറ്റ എച്ച് മൈനസ് 824 കിലോ ജൂൾസ്. നമുക്ക് നോക്കാം. 286 ഇൻറ്റു 3, 8, 5, 7 ശരിയല്ലേ? ദാറ്റ് ഈസ് 758 എന്ന് വരും. പ്രോഡക്റ്റ് മൈനസ് റിയാക്റ്റൻ്റ്. ഇപ്പം പ്രോഡക്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ഇൻറ്റു H2യുടെ വാല്യൂ, H2യുടെ വാല്യൂ മൈനസ് 286 ആണ് കിലോ ജൂൾസ്, ആൻഡ് മൈനസ് 824 കിലോ ജൂൾസ് ആണ്. ഇനി അപ്പോൾ ഇത് നെഗറ്റീവ് കിട്ടി, മൈനസ് 758 എന്ന് കിട്ടി, മൈനസ് ഇനിയോ ഒരു എക്സ്ട്രാ ഒരു നെഗറ്റീവും കൂടെ വരുന്നുണ്ട് ശരിയല്ലേ? മൈനസ് 8, അപ്പോൾ പ്ലസ് ആകും അത്, പ്ലസ് 824 കിലോ ജൂൾസ്. 824ൽ നിന്ന് 758 കുറച്ചു, it is 6. 3 ഇൻറ്റു H2യുടെ വാല്യൂ, H2യുടെ വാല്യൂ എന്ന് പറയുന്നത് 8 മൈനസ് 286 ആണ്, മൈനസ് 286 ഇൻറ്റു 3 എടുത്തു. H2O 3 എണ്ണം ഉണ്ട്, ഇൻറ്റു 3, 6 3 18, 8 3 24, 25 ഇഷ്ടം 2, 858 എന്ന് വരുന്നുണ്ട്. ഇറ്റ് ഈസ് 858 എന്നല്ലേ വരേണ്ടത്? 858 858 മൈനസ്, സോ 858ൽ നിന്ന് കുറച്ചു, I'm going to subtract these two numbers. 858 minus 824, 4, 3. That will be minus 34 kilojoules per mole എന്ന് വരും. ഓപ്ഷൻ ഇ കറക്റ്റ് ആൻസർ ആയിട്ട് വരും. മൈനസ് 34 kilojoules per mole എന്ന് കിട്ടും. എളുപ്പമാണ്. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളതിൻ്റെ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കുറച്ചാൽ മതി. ഇനി എൻതാൽപ്പി ഓഫ് ഫേസ് ട്രാൻസിഷൻ, അതായത് ഒരു സോളിഡ് ലിക്വിഡ് ആവുകയോ ലിക്വിഡ് ഗ്യാസ് ആവുകയോ വേപ്പറൈസേഷൻ, ഇനി സോളിഡ് ഡയറക്റ്റ് ആയിട്ട് സബ്ലിമേറ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരുന്ന ആ പർട്ടിക്കുലർ റിയാക്ഷൻ ആവശ്യമായിട്ട് വരുന്ന എൻതാൽപ്പി ചേഞ്ചിനാണ്, അല്ലെങ്കിൽ ഡ്യൂറിങ് ദ ട്രാൻസിഷൻ ഓഫ് 1 mole ഓഫ് സോളിഡ് സബ്സ്റ്റൻസ് ഇൻടു ഇറ്റ്സ് കറസ്പോണ്ടിങ് ലിക്വിഡ് സബ്സ്റ്റൻസ്, ദ എമൗണ്ട് ഓഫ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി ഇറ്റ്സ് കോൾഡ് ഇറ്റ്സ്, എന്തായിരിക്കും അതിൻ്റെ പേര്? അത് ഫ്യൂഷൻ ആണ്. ഇനി ഗ്യാസ് ആയിട്ട് മാറുകയാണെങ്കിൽ വേപ്പറൈസേഷൻ ആണ്. സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറുകയാണെങ്കിൽ അത് സബ്ലിമേഷൻ ആണ്. അപ്പോൾ ഫേസ് ചേഞ്ചിൽ നടക്കുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് അതാതിൻ്റെ ഫേസ് എൻതാൽപ്പി ഓഫ് ഫേസ് ട്രാൻസിഷൻ ഉദ്ദേശിക്കുന്നത്. ഇനി എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കാർബണും ഓക്സിജനും ചേർത്തിട്ടുണ്ട്. ഗ്രാഫൈറ്റ് കാർബൺ ഓക്സിജനുമായിട്ട് ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറി. അതായത് എലമെന്റൽ സ്റ്റേറ്റിലുള്ള അല്ലെങ്കിൽ ഒരു എലമെന്റൽ സ്റ്റേറ്റിലിരിക്കുന്ന സ്പീഷീസുകൾ തമ്മിൽ ചേർന്ന് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു നോർമൽ കോമ്പൗണ്ട് ഉണ്ടാകാൻ ആവശ്യമായിട്ട് വരുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. അപ്പോൾ എലമെന്റൽ സ്റ്റേറ്റിൽ തന്നെ വേണം, എലമെന്റൽ സ്റ്റേറ്റിലുള്ള മോളിക്യൂൾ ആറ്റംസ് അവർ തമ്മിൽ ചേർന്നൊരു സ്റ്റേബിൾ പ്രോഡക്റ്റ് ആയിട്ട് മാറാൻ ആവശ്യമായിട്ടുള്ള എൻതാൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഉദ്ദേശിക്കുന്നത്. കമ്പഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ പറയാം. കമ്പഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു എലമെന്റ് ഓക്സിജനുമായിട്ട് ചേരുന്ന പ്രോസസ്സിനെയാണ് കമ്പഷൻ എന്ന് വിളിക്കുന്നത്. കമ്പഷൻ റിയാക്ഷന്റെ എൻതാൽപ്പി ചേഞ്ചിനെയാണ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്ന് വിളിക്കുന്നത്.
ഇനി ആസിഡ് ബേസുമായിട്ട് ചേരുന്ന ന്യൂട്രലൈസേഷൻ റിയാക്ഷനുകൾ ആ റിയാക്ഷനിൽ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആ റിയാക്ഷന്റെ എൻതാൽപ്പി ചേഞ്ച് ആണ് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു റിയാക്ഷന്റെ ബോണ്ട് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ഡിസോസിയേറ്റ് 1 mole ഓഫ് ഗേഷ്യസ് ബോണ്ട് ഇൻടു സെപ്പറേറ്റ് ഗേഷ്യസ് ആറ്റം. ഒരു മോൾ കോമ്പൗണ്ടിനെ ബ്രേക്ക് ചെയ്ത് കോവാലന്റ് ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത് അത് അതിൻ്റെതായ ഗേഷ്യസ് ആറ്റം ആയിട്ട് മാറ്റാൻ വേണ്ടി ആവശ്യമായിട്ട് വേണ്ട എനർജിയാണ്. ബോണ്ടിനെ ഡിസോസിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്ന എനർജിക്കാണ് ബോണ്ട് ഡിസോസിയേഷൻ എനർജി എന്ന് പറയുന്നത്. ഈ ബോണ്ട് എനർജിക്ക് ഒരു പ്രത്യേകതയുണ്ട്. റിയാക്ടന്റിന്റെ സം ഓഫ് ബോണ്ട് എനർജിയിൽ നിന്ന് ബോണ്ട് എൻതാൽപ്പിയിൽ നിന്ന് പ്രോഡക്റ്റിന്റെ ബോണ്ട് എൻതാൽപ്പി കുറയ്ക്കുകയാണ് വേണ്ടത്. അപ്പൊ റിയാക്ടന്റിൽ നിന്നാണ് പ്രോഡക്റ്റ് കുറയ്ക്കേണ്ടത്. ഇതിന് മുൻപ് പറഞ്ഞതെല്ലാം പ്രോഡക്റ്റിൽ നിന്നായിരുന്നു റിയാക്ടന്റ് കുറയ്ക്കേണ്ടത്. ഹെസ് ലോ എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷന്റെ എൻതാൽപ്പി എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ കണ്ടുപിടിക്കാം. ഒറ്റ സ്റ്റെപ്പിൽ വേണമെങ്കിൽ ആ എൻതാൽപ്പി കണ്ടുപിടിക്കാം. ഇനി പല മെക്കാനിസങ്ങളിലൂടെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ ഓരോ മെക്കാനിസത്തിൽ ഓരോ സ്റ്റെപ്പിലെ എൻതാൽപ്പി ചേഞ്ച് കൂട്ടിയെടുത്തു കഴിഞ്ഞാലും ഓവറോൾ റിയാക്ഷൻ എൻതാൽപ്പി എടുത്തു കഴിഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയായിരിക്കും. എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിങ് എ പ്രോസസ് ഇസ് സെയിം വെദർ ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ വൺ സ്റ്റെപ്പ് ഓർ സെവറൽ സ്റ്റെപ്പ്. ഒറ്റ സ്റ്റെപ്പിൽ ആ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്താലും അത് പല സ്റ്റെപ്പുകളിൽ ആ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഉണ്ടെങ്കിലും എൻതാൽപ്പി ചേഞ്ച് എപ്പോഴും ഒന്ന് തന്നെയായിരിക്കും. ദർ വിൽ ബി നോ ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിങ് whether a reaction takes place in single step or multiple step. ഇനി എൻട്രോപ്പി, ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിന്റെ എത്രമാത്രം ഡിസോർഡർ ഉണ്ട് അല്ലെങ്കിൽ ഒരു തെർമോഡൈനാമിക് ക്വാണ്ടിറ്റി വിച്ച് യൂസ് ടു മെഷർ ദ ഡിസോർഡർ അല്ലെങ്കിൽ റാൻഡംനെസ് ആണ്. ഒരു സിസ്റ്റത്തിന്റെ ഡിസോർഡർ എത്രമാത്രം ഉണ്ട്, അതിന്റെ റാൻഡംനെസ് എത്രമാത്രം ഉണ്ട്, മര്യാദയ്ക്ക് ഇരിക്കുന്ന സ്റ്റേറ്റിൽ നിന്ന് എത്രമാത്രം ഡിസോർഡർ ആയിട്ടുണ്ട്, എത്രമാത്രം റാൻഡംനെസ് ഉണ്ട് എന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു തെർമോഡൈനാമിക് പാരാമീറ്റർ ആണ് എന്ത്, എൻട്രോപ്പി. നമ്മൾ അതിനെ എസ് എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്യും. എൻട്രോപ്പി, ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് Q റിവേഴ്സിബിൾ ബൈ ടി. Q റിവേഴ്സിബിൾ ബൈ ടി. ഇനി ഒരു റിയാക്ഷനിൽ ആവശ്യമായിട്ടുള്ള ഡെൽറ്റ ഫ്രീ എനർജി എന്ന് പറയുന്നത് യൂസ്ഫുൾ വർക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എനർജിക്കാണ് നമ്മൾ ഫ്രീ എനർജി എന്ന് പറയുന്നത്. അപ്പൊ ഡെൽറ്റ ജി എന്ന് പറയുന്നത് ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയും. ഗിബ്സ് ഫ്രീ എനർജി ഈക്വൽസ് ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ അത് നോൺ സ്പോണ്ടേനിയസ് ആണ്. ഇനി ഡെൽറ്റ ജി 0 ആണെങ്കിൽ അത് ഇക്വിലിബ്രിയത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടൊരു ഇക്വേഷൻ, ഒരു ചോദ്യമാണ്. എൻതാൽപ്പി ചേഞ്ച് ഫോർ ദ റിയാക്ഷൻ ഇസ് ഡെൽറ്റ എച്ച്. ഡെൽറ്റ എച്ച് ഈക്വൽസ് ടു -20.5 കിലോ ജൂൾസ് പെർ മോൾ. ആൻസർ ജൂളിലായതുകൊണ്ട് തന്നെ ഇൻറ്റു 10⁻³ ജൂൾസ് പെർ മോൾ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എൻട്രോപ്പി ചേഞ്ച് ഡെൽറ്റ എസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ടെമ്പറേച്ചർ ടി ഈസ് ഗിവൺ ആസ് 410. ഇനി നമുക്കറിയാം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഡെൽറ്റ ജി എന്ന് പറയുന്നത് 0 ആണല്ലോ. അപ്പോൾ ഡെൽറ്റ ജി ഈക്വൽസ് ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ്. ഡെൽറ്റ ജി 0 ആയതിനാൽ ഡെൽറ്റ എച്ച് ഈക്വൽസ് ടു ടി ഡെൽറ്റ എസ് എന്ന് വരും. അതിൽ നിന്ന് ഡെൽറ്റ എസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ ടി സിംപ്ലി ചെയ്താൽ മതി. ഈക്വൽസ് ടു ഡെൽറ്റ എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു -20.5 ഇൻറ്റു 10⁻³ ജൂൾ ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ ഇറ്റ് ഇസ് 410. 205ന്റെ ഇരട്ടിയല്ലേ 410. 205ഉം 205ഉം കൂട്ടുമ്പോഴാണല്ലോ 410 കിട്ടേണ്ടത്. നമുക്ക് അതിനെ ഇപ്പം ഇങ്ങനെ എടുക്കാം. -205 ഇൻറ്റു 10⁻³ എന്ന് പറയുന്നത് എത്രയായിട്ട് മാറും? ഒരു ഡിജിറ്റ് വലത്തോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് 2 ആയിട്ട് മാറും. 2 ജൂൾ എന്ന് കൊടുക്കാം. ഡിവൈഡഡ് ബൈ 410. 205 ഡിവൈഡഡ് ബൈ 410 ഇറ്റ് ഇസ് 1/2. അപ്പോൾ 0.5 -0.5 ഇൻറ്റു 10⁻² എന്ന് വരും. ശരിയല്ലേ? ദാറ്റ് ഈസ് 50 എന്നുള്ള രീതിയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ മൈനസ് 2 ഡിജിറ്റ് മാറ്റിയാൽ 50 എന്ന് കൊടുക്കാം. 2 ഡിജിറ്റ് റൈറ്റിലേക്ക് മാറ്റി 50 മാത്രമേ ഉള്ളൂ. ഇൻറ്റു പവർ ഇല്ല. 50 ഇൻറ്റു 50 -50 ജൂൾസ് പെർ കെൽവിൻ പെർ മോൾ എന്ന് വരും. അപ്പോൾ ഇക്വിലിബ്രിയത്തിലാണെന്നുണ്ടെങ്കിൽ ഫ്രീ എനർജി 0 ആയിരിക്കും. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് തെർമോഡൈനാമിക്സിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ടുള്ളത്. ഇനി ഇക്വിലിബ്രിയത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം അറിയേണ്ടത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്നാണ്. അപ്പോൾ ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ എ പ്ലസ് ബി അല്ലെങ്കിൽ M1A പ്ലസ് M2B ഗിവ്സ് N1C പ്ലസ് N2D എന്നുള്ള ഒരു റിവേഴ്സിബിൾ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് അതിന്റെ പ്രോഡക്റ്റ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡിലെ കോൺസെൻട്രേഷൻ റേസ് ടു ദെയർ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഡിവൈഡഡ് ബൈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ടേം റേസ് ടു ദെയർ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ദാറ്റ് ഈസ് Kc ഈക്വൽസ് ടു
C raised to ഇവിടെ n1 d raised to n2 divided by a raised to m1 into b raised to m2 എന്നാണ്. റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെയും സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് അതാതിൻ്റെ കോൺസെൻട്രേഷൻ റേസ് ചെയ്തിരിക്കണം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ രണ്ട് രീതി റെപ്രസെന്റ് ചെയ്യാം, ഇൻസ്റ്റെഡ് ഓഫ് കെ പി ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് കെ സി. ഇൻ ടേംസ് ഓഫ് കെ പിയുടെ ടേമിലും പറയാം, കെ സിയുടെ ടേമിലും പറയാം. പ്രഷറിന്റെ ടേമാണ് കെ പി, അതുപോലെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മൊളാരിറ്റി അല്ലെങ്കിൽ ആക്റ്റീവ് മാസിന്റെ ടേമാണ് കെ പി എന്ന് പറയുന്നത്. ഇനി കെ പിയുടെ യൂണിറ്റ് ആണ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ബാർ റേസ് ടു ഡെൽറ്റ എൻ, കെ സിയുടെ യൂണിറ്റ് ആണ് മോൾസ് പെർ ലിറ്റർ റേസ് ടു ഡെൽറ്റ എൻ. കെ പിയും കെ സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് കെ പി ഈക്വൽസ് ടു കെ സി ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നിങ്ങൾക്കൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ തന്നിട്ടുണ്ട്, അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K1 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആ റിയാക്ഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള സ്പീഷീസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എ ഗിവ്സ് ബി എന്ന് പറയുന്ന റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K1 ആണ് എങ്കിൽ, ഇനി തിരിച്ച് ബി ഗിവ്സ് എ ആക്കി മാറ്റുമ്പം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 1/K1 ആയിട്ട് മാറും. അതായത് ഒരു റിവേഴ്സിബിൾ റിയാക്ഷന്റെ റെസിപ്രോക്കൽ ആയിരിക്കും. റെസിപ്രോക്കലിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. രണ്ടാമത്തത് എ ഗിവ്സ് ബി എന്ന് പറയുന്ന ഒരു റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K1 ആണ് എങ്കിൽ 2A gives 2B എന്ന് പറയുന്ന റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K1 raised to 2 എന്നാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ആ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ പുതുതായിട്ട് വരുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, പുതുതായിട്ട് വരുന്ന ഇക്വേഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ആദ്യത്തത് റേസ് ടു ദാറ്റ് നമ്പർ മൾട്ടിപ്ലൈഡ്. സപ്പോസ് നിങ്ങൾ ഇത് 1/2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ K1 raised to 1/2 എന്ന് വരും. ഇനി രണ്ട് റിയാക്ഷനുകൾ കൂട്ടുമ്പോഴാണ് നിങ്ങൾക്ക് മൂന്നാമതൊരു ഇക്വിലിബ്രിയം ഇക്വേഷൻ കിട്ടുന്നതെങ്കിൽ മൂന്നാമത്തതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആദ്യത്തെ രണ്ടുപേരുടെയും കൂടെ പ്രോഡക്റ്റ് ആയിരിക്കും. For example, A gives B, equilibrium constant K1. B gives C, equilibrium constant K2. Then I am going to add these two equations, then you will get A gives C. B യും Bയും cancel ആയി പോയി A gives C എന്ന് കിട്ടും. അതിന്റെ equilibrium constant K1 into K2 എന്നായിരിക്കും. അതായത് മൂന്ന് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓർത്തിരിക്കുക. എപ്പോഴെങ്കിലും ഇക്വേഷൻ തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് റെസിപ്രോക്കൽ ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ റേസ് ടു ദാറ്റ് നമ്പർ ചെയ്തിരിക്കണം. രണ്ട് ഇക്വേഷനുകൾ ആഡ് ചെയ്യുമ്പോഴാണ് മൂന്നാമത്തത് കിട്ടുന്നതെങ്കിൽ മൂന്നാമത്തതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആദ്യത്തെ രണ്ടുപേരുടെയും കൂടെ പ്രോഡക്റ്റ് ആയിരിക്കും. ഇത് വെച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ആദ്യമായിട്ട് ഇവിടെ. HI എന്ന് പറയുന്ന ഗ്യാസ്, HI ഗ്യാസ് ഗിവ്സ് ഹാഫ് H2 ഗ്യാസ് പ്ലസ് ഹാഫ് I2 ഗ്യാസ്. ഈ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 8 എന്ന് തന്നിട്ടുണ്ട്, gives 8. Then what will be the equilibrium constant of the reaction H2 plus I2 gives 2HI. H2ഉം I2ഉം കൂടെ ചേർന്ന് 2HI ആകുന്നതിൻ്റെ എത്രയാണെന്ന്. അപ്പോൾ ഒന്നാമത്തെ റിയാക്ഷൻ എന്ത് ചെയ്താൽ ഇങ്ങനെ ആക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആദ്യം ഞാൻ തിരിച്ചു, ലെഫ്റ്റിലുള്ളത് റൈറ്റിലും റൈറ്റിലുള്ളത് ലെഫ്റ്റിലും ആക്കി. അപ്പോൾ ഹാഫ് H2 പ്ലസ് ഹാഫ് I2 gives HI. അങ്ങനെ ആകുമ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റെസിപ്രോക്കൽ ആക്കി മാറ്റണം, 1/8 ആക്കണം. ഇനി അത് മാത്രം പോരാ, ഇതിനെ 2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാണ്. ദ എൻറ്റയർ ഇക്വേഷൻ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 2. ദെൻ യു വിൽ ഗെറ്റ് H2 പ്ലസ് I2. H2 പ്ലസ് I2 gives 2HI എന്ന് കിട്ടും. അതാണ് ക്വസ്റ്റ്യനും. അപ്പോൾ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? അത് റേസ് ടു ദാറ്റ് നമ്പർ മൾട്ടിപ്ലൈഡ്, ദാറ്റ് ഈസ് 1/8ന്റെ സ്ക്വയർ എന്ന് വരും. അപ്പോൾ 1/8ന്റെ സ്ക്വയർ എത്രയാ? 1/64. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യമാണിത്. അപ്പോൾ എവിടെയെങ്കിലും ഈ റിയാക്ഷൻ തിരിച്ചിട്ടുണ്ടെങ്കിൽ റെസിപ്രോക്കൽ ആയിട്ട് മാറ്റുക, മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ എങ്കിൽ സ്ക്വയർ എടുക്കുക, 3 ആണെങ്കിൽ ക്യൂബ് എടുക്കുക, 1/2 ആണെങ്കിൽ റൂട്ട് എടുക്കുക. അതാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ലേഷാർട്ടിന്റെ പ്രിൻസിപ്പിളിലേക്ക് വന്നാൽ, ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കോൺസെൻട്രേഷൻ കൂട്ടുകയോ ടെമ്പറേച്ചറോ പ്രഷറോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ അതിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ സിസ്റ്റത്തിന്റെ ഇക്വിലിബ്രിയം ഡിസ്റ്റർബ്ഡ് ആയി പോകും. ഈ ഡിസ്റ്റർബ്ഡ് ആയ ഇക്വിലിബ്രിയം പഴയ പോലെ എത്തിക്കാൻ വേണ്ടി സിസ്റ്റം തന്നെ അതിനകത്ത് ചില ഇന്റേണൽ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തും. ചിലപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് കൂട്ടുകയോ ബാക്ക്വേർഡ് റിയാക്ഷൻ റേറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യും. When there is a change in equilibrium during change in concentration, pressure ആഡ് ചെയ്യുകയോ ടെമ്പറേച്ചർ കുറയ്ക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ equilibrium of the system get disturbed. System will adjust itself to nullify the effect in change. When a system at equilibrium is subjected to a change in temperature, ടെമ്പറേച്ചറിലോ പ്രഷറിലോ കോൺസെൻട്രേഷനിലോ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ മാറ്റം മൂലം ഉണ്ടാകുന്ന ആ ഒരു ഇഫക്റ്റ് ഉണ്ടല്ലോ, അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി സിസ്റ്റം തന്നെ ചില ഇന്റേണൽ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തും. ഫോർ എക്സാമ്പിൾ, കോൺസെൻട്രേഷൻ്റെ ചേഞ്ച് ചെയ്യുകയാണ്.
അപ്പോൾ നിങ്ങൾ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുകയോ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കും. when you are increasing the concentration of reactant or decreasing the concentration of product, forward reaction will felicitate. ഇനി തിരിച്ചാണ്, increasing the concentration of product or decreasing the concentration of reactant, backward reaction റേറ്റ് കൂട്ടും. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് കൂട്ടണമെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് കൂട്ടുകയോ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി തിരിച്ചാണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും നടക്കേണ്ടത്. ഇനി പ്രഷറിന്റെ ഒരു ഇഫക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പ്രഷറുമായിട്ട് കണക്ട് ചെയ്ത ഒരു ഇഫക്റ്റിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് വശത്തെയും നമ്പർ ഓഫ് മോൾസ് നോക്കണം. അതും ഗ്യാസ് മോളിക്യൂൾസിന്റെ രണ്ട് വശത്തെ നമ്പർ ഓഫ് മോൾസ് സെയിം ആണെങ്കിൽ പ്രഷറിന് ഒരു ഇഫക്റ്റും ഇല്ല. ഡെൽറ്റ എൻ 0 ആണെങ്കിൽ പ്രഷർ ഹാസ് നോ ഇഫക്റ്റ്. ഇനി ഡെൽറ്റ എൻ 0 അല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പ്രഷറിന് ഒരു റിമാർക്കബിൾ ഇഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഡെൽറ്റ എൻ 0 അല്ലാത്തൊരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ when you are increasing the pressure, equilibrium shift in a direction where number of mole is minimum. അപ്പോൾ പ്രഷർ കൂട്ടുകയാണെങ്കിൽ ഏത് വശത്താണോ നമ്പർ ഓഫ് മോൾസ് കുറവുള്ളത് ആ വശത്തേക്ക് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യും. അതിന്റെ റീസൺ പ്രഷർ കൂട്ടുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. when you are decreasing the pressure, equilibrium shift in a direction where number of mole is maximum. അപ്പോൾ പ്രഷർ കൂട്ടിയാൽ നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞ സൈഡിലേക്ക് റിയാക്ഷൻ നടക്കും, പ്രഷർ കുറച്ചാൽ നമ്പർ ഓഫ് മോൾസ് കൂടിയ സൈഡിലേക്ക് റിയാക്ഷൻ നടക്കും. ഇനി ടെമ്പറേച്ചറിന്റെ ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും നോക്കേണ്ടത് റിയാക്ഷൻ എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ എന്ന് നോക്കണം. എല്ലാ എൻഡോതെർമിക് റിയാക്ഷനുകൾക്കും ടെമ്പറേച്ചർ കൂട്ടിയാൽ ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് കൂടും, ടെമ്പറേച്ചർ കുറച്ചാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ റേറ്റ് ആയിരിക്കും. ഇനി എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ when you are increasing the temperature, ബാക്ക്വേർഡ് റിയാക്ഷൻ റേറ്റ് കൂടും, ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് കൂടും. ഇതാണ് ലേഷറുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തൊരു ചോദ്യമാണിത്. എന്ത് റിയാക്ഷൻ CO പ്ലസ് H2O gives CO2 plus H2 plus X kilojoules. അപ്പോൾ എക്സ് കിലോ ജൂൾസ് എന്ന് പറയുന്നത് റിയാക്ട് ചെയ്യുമ്പോഴേക്കും പുറത്തേക്ക് വിട്ടു. ഇപ്പോൾ കാർബൺ മോണോക്സൈഡും വാട്ടറും കൂടെ ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാക്കുന്ന ആ റിയാക്ഷനിൽ എക്സ് എമൗണ്ട് ഓഫ് കിലോ ജൂൾസ് ഓഫ് എനർജി ഗെറ്റ് റിലീസ്ഡ്. അപ്പോൾ എനർജി റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഡെഫിനറ്റ്ലി ആൻ എക്സോതെർമിക് റിയാക്ഷൻ ആയിരിക്കും. ഇനി പ്രഷറിന്റെ ഇഫക്റ്റ് ചോദ്യത്തിലുണ്ട്, ഓപ്ഷനത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രഷറോടെ നോക്കാം. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു കാർബൺ ഡൈ ഓക്സൈഡും ഒരു H2, ദാറ്റ് മീൻസ് 2 മോൾ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു കാർബൺ മോണോക്സൈഡും H2Oയും അഗെയിൻ 2 മോൾ. ഹിയർ ഡെൽറ്റ എൻ ഈക്വൽസ് ടു 0. ഡെൽറ്റ എൻ 0 ആയതിനാൽ പ്രഷർ ഹാസ് നോ എഫക്റ്റ്. അപ്പോൾ പ്രഷർ കൂട്ടിയാലും ഒന്നും സംഭവിക്കില്ല, പ്രഷർ കുറച്ചാലും ഒന്നും സംഭവിക്കില്ല. അപ്പോൾ അത് രണ്ടും ആൻസർ അല്ല. ഇനി നോക്കേണ്ടത് എക്സോതെർമിക് റിയാക്ഷനാണ്. ഫോർ എവറി എക്സോതെർമിക് റിയാക്ഷൻ, എക്സോതെർമിക് റിവേഴ്സിബിൾ റിയാക്ഷൻ, ഫോർവേഡ് റിയാക്ഷൻ നടക്കണമെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണ് വേണ്ടത്. ഫോർവേഡ് റിയാക്ഷൻ നടക്കണമെങ്കിൽ യു ഹാവ് ടു ഡിക്രീസ് ദി ടെമ്പറേച്ചർ. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ സി. ഫോർ എൻ എക്സോതെർമിക് റിയാക്ഷൻ, ഫോർവേഡ് റിയാക്ഷൻ കണ്ടക്ട് ചെയ്യണമെങ്കിൽ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യണം, എൻഡോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യണം. അത് ഓർത്തിരിക്കുക. അപ്പം ടെമ്പറേച്ചർ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്ക്വേർഡ് നടക്കത്തുള്ളൂ. ഇവിടെ ഫോർവേഡ് ആണ് ചോദിച്ചിരിക്കുന്നത്, സോ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുക. ആസിഡിന്റെയും ബേസിന്റെയും കൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് 3 കൺസെപ്റ്റ് ഉണ്ട്. അറീനിയസ് കൺസെപ്റ്റ്, ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റ്, പിന്നെ ലൂയിസ് കൺസെപ്റ്റ്. H+നെ കൊടുക്കുന്നവർ ആസിഡ്, അറീനിയസ് കൺസെപ്റ്റ് അനുസരിച്ച് OH- കൊടുക്കുന്നവർ ബേസ്. പ്രോട്ടോൺ ഡോണർ ആസിഡുകളാണ്, പ്രോട്ടോൺ അക്സെപ്റ്റർ ബേസ് ആണ്, ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റ്. ഇലക്ട്രോണിനെ കൊടുക്കുന്നവർ ബേസും ഇലക്ട്രോൺ ഡോണർ അക്സെപ്റ്റർ ആസിഡുമാണ്, അത് ലൂയിസ് കൺസെപ്റ്റ്, മോഡേൺ കൺസെപ്റ്റ്. ഇനി ഓസ്റ്റ്വാൾഡ് ഡയലൂഷൻ ലോ, ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ്, അസിറ്റിക് ആസിഡ് അല്ലെങ്കിൽ അമോണിയ ഹൈഡ്രോക്സൈഡ് പോലുള്ള ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് അയണൈസേഷൻ ആൽഫ എന്ന് പറയുന്നത് which is inversely proportional to square root of its molar concentration, that is alpha equals to square root of Ka by C. ഒരു വീക്ക് ആസിഡ് ആണെങ്കിൽ, ഒരു വീക്ക് ബേസ് ആണെങ്കിൽ ആൽഫ ഈക്വൽസ് ടു സ്ക്വയർ റൂട്ട് ഓഫ് Kb by C. അതായത് ഇൻ ജനറലി അത് ആസിഡ് ആണെങ്കിലും ബേസ് ആണെങ്കിലും കോൺസെൻട്രേഷന്റെ സ്ക്വയർ റൂട്ടിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ആൽഫ വാല്യൂ. ഫോർ എ വീക്ക് ഇലക്ട്രോലൈറ്റ് വെദർ ഇറ്റ് ഈസ് ആസിഡ് ഓർ ബേസ്, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇറ്റ്സ് മോളാർ കോൺസെൻട്രേഷൻ. നമ്മൾ ആ ലോയ്ക്ക് ഓസ്റ്റ്വാൾഡ് ഡയലൂഷൻ ലോ എന്ന് വിളിക്കും. അപ്പം അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ന്യൂമറിക്കലാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ന്യൂമറിക്കൽ ഇതാണ്: എ മോണോപ്രോട്ടിക് ആസിഡ് 1 മോളാർ സൊല്യൂഷൻ ഈസ് 0.1% അയോണൈസ്ഡ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഈസ് ഗിവൺ ആസ് 1 മോളാർ. ആൽഫയുടെ പെർസെൻറ്റേജ് ഓഫ് അയണൈസേഷൻ ഈസ് ഗിവൺ ആസ് 0.1 which means 10⁻⁻1. അപ്പോൾ പെർസെൻറ്റേജിൽ നിന്ന് ആൽഫയിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിനെ 10² കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്, 10⁻³ എന്ന് വരും. അതായത് ഡിവൈഡഡ് ബൈ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 10⁻³ ഇനി
ആസിഡ് ആയതിനാൽ Ka ഈക്വൽസ് ടു സി ആൽഫ സ്ക്വയർ എന്ന് എഴുതാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിയുടെ വാല്യൂ 1, ആൽഫയുടെ വാല്യൂ 10⁻³ സ്ക്വയർ. സോ ഇറ്റ് വിൽ ബി 1 × 10⁻⁻6 എന്ന് കിട്ടും. 1 × 10⁻⁻6. ഓപ്ഷൻ വിൽ ബി ആൻസർ 4. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. വാട്ടർ ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന 2 അയോൺസുകളാണ് H+ഉം OH-ഉം. ഈ H+ന്റെയും OH-ന്റെയും മോളാർ കോൺസെൻട്രേഷന്റെ പ്രോഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. H+ഉം OH-ന്റെയും കോൺസെൻട്രേഷന്റെ പ്രോഡക്റ്റ് ആണ് അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. 298 കെൽവിൻ അതിനൊരു ഫിക്സ്ഡ് വാല്യൂ ഉണ്ട്. ഇറ്റ് വിൽ ബി 1 × 10⁻14 ആണ്. ഇനി ഒരു ആസിഡിന്റെ H+ന്റെ കോൺസെൻട്രേഷന്റെ നെഗറ്റീവ് ലോഗ് എടുക്കുകയോ ബേസ് ആണെങ്കിൽ OH- കോൺസെൻട്രേഷന്റെ നെഗറ്റീവ് ലോഗ് എടുക്കുമ്പോൾ നമുക്ക് POH കിട്ടും. അപ്പോൾ PH എന്ന് പറഞ്ഞാൽ ആസിഡിന്റെയും ബേസിന്റെയും റിലേറ്റീവ് സ്ട്രെങ്ത് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാരാമീറ്റർ ആണ്. ഒരു ആസിഡിന്റെ PH എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ ഓർ ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ. ബേസ് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് PH കിട്ടില്ല. POH കാൽക്കുലേറ്റ് ചെയ്ത് 14 - POH എടുക്കണം. കാരണം ഒരു സൊല്യൂഷന്റെ PHഉം POH കൂട്ടിയാൽ 14 ആണ് കിട്ടേണ്ടത്. അപ്പോൾ അവിടെ PH സ്കെയിൽ കാണിച്ചിട്ടുണ്ട്. ആസിഡിന്റെ PH എപ്പോഴും 7 കുറവായിരിക്കും. ബേസുകളുടെ PH എപ്പോഴും 7 കൂടുതലായിരിക്കും. ന്യൂട്രൽ സൊല്യൂഷനുകളുടെ PH എപ്പോഴും കൃത്യം 7 ആയിരിക്കും. ചില സൊല്യൂഷനുകളുണ്ട് PHന് ചെറിയ അളവിൽ ആസിഡോ ബേസോ ആഡ് ചെയ്ത് കഴിഞ്ഞാലും PHൽ ഒരു റിമാർക്കബിൾ ചേഞ്ചസ് ഉണ്ടാകാത്ത സൊല്യൂഷൻസ് ഉണ്ട്. നമ്മൾ അവരെ വിളിക്കുന്ന പേരാണ് ബഫർ സൊല്യൂഷൻ. ബഫർ സൊല്യൂഷൻസ് ആർ ദോസ് സൊല്യൂഷൻ which resist the change in pH with the addition of small amount of acid or base. ചെറിയ അളവിൽ ആസിഡോ ബേസോ ആഡ് ചെയ്താലും PHന്റെ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്ന ചില സൊല്യൂഷനുകളെ നമ്മൾ ബഫർ സൊല്യൂഷൻ എന്ന് വിളിക്കും. 2 ടൈപ്പ് ബഫർ സൊല്യൂഷൻ ഉണ്ട്. അസിഡിക് ബഫറും ഉണ്ട്, ബേസിക് ബഫറും ഉണ്ട്. ഒരു വീക്ക് ആസിഡും അതിന്റെ തന്നെ സോൾട്ട് വിത്ത് എ സ്ട്രോങ് ബേസ്, വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ് സോൾട്ട് വിത്ത് എ സ്ട്രോങ് ബേസ് മിക്സ്ചറിനെയാണ് നമ്മൾ അസിഡിക് ബഫർ എന്ന് വിളിക്കുന്നത്. അതിന് PH കണ്ടുപിടിക്കാനുള്ള ഹെൻഡർസൺ ഹെസൽബെക്ക് ഇക്വേഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. PH = pKa + log salt by acid. ഇനി ഇതിന്റെ ബേസിക് ബഫർ ആണെങ്കിൽ, ഒരു ബേസിക് ബഫർ ആണെങ്കിൽ ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് വീക്ക് ബേസ് ആൻഡ് ഇറ്റ് സോൾട്ട് വിത്ത് സ്ട്രോങ് ആസിഡ്. അമോണിയം ഹൈഡ്രോക്സൈഡിന്റെയും അമോണിയം ക്ലോറൈഡിന്റെ മിക്സ്ചർ വീക്ക്, അതൊരു ബേസിക് ബഫറാണ്. ഹ്യൂമൻ ബ്ലഡ് ഒരു ബേസിക് ബഫറാണ്. ഇറ്റ്സ് POH വാല്യൂ ഇസ് pKb + log salt by base ആണ്. POH കിട്ടിയിട്ടുണ്ടെങ്കിൽ 14 - POH കണ്ടെത്തി PHലേക്ക് എത്തിയേക്കണം. കോമൺ അയോൺ ഇഫക്റ്റ്. അസിറ്റിക് ആസിഡ് പോലുള്ള വീക്ക് ഇലക്ട്രോലൈറ്റുകളിലേക്ക് നമ്മൾ കോമൺ അയോൺ ഉള്ള HCl പോലത്തെ ഒരു ആസിഡ് ആഡ് ചെയ്യുമ്പോഴേക്കും അതിന്റെ ഡിസോസിയേഷനെ സപ്രസ് ചെയ്തുകൊണ്ട് ഫോർമേഷന്റെ റേറ്റ് കൂടും. അപ്പോൾ അസിറ്റിക് ആസിഡിലേക്ക് കോമൺ അയോൺ ഉള്ള HClോ അല്ലെങ്കിൽ H2SO4 ഏതെങ്കിലും ഒരു കോമൺ അയോൺ ഉള്ള ഒരു സ്പീഷീസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതും സ്ട്രോങ് ആസിഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസോസിയേഷന്റെ റേറ്റിനെ സപ്രസ് ചെയ്തുകൊണ്ട്, അടിച്ചമർത്തിക്കൊണ്ട് ബാക്ക്വേർഡ് റിയാക്ഷനായ ഫോർമേഷന്റെ റേറ്റ് കൂട്ടും. നമ്മൾ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കോമൺ അയോൺ ഇഫക്റ്റ്. Degree of ionization or dissociation of a weak electrolyte is suppressed by the addition of a strong electrolyte having a common ion is called common ion effect. Solubility product of a sparingly soluble salt. Sparingly soluble salt എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ വളരെ കുറച്ച് മാത്രം, വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ തീരെ കുറവ് മാത്രം വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്ന സോൾട്ടുകൾക്കാണ് നമ്മൾ സ്പെയറിംഗ്ലി സോലുബിൾ സോൾട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു സബ്സ്റ്റൻസ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അയണൈസ് ചെയ്യപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തെന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് Na+ഉം Cl- ആയിട്ട് അയണൈസ് ചെയ്യപ്പെട്ടു. ലെഡ് സൾഫേറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെഡും 2+ഉം SO4 2- ആയിട്ട് ബ്രേക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഒരു കോമ്പൗണ്ട് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് അയോൺസ് ഫോം ചെയ്തിട്ടുണ്ടെന്ന്. അയണൈസേഷൻ്റെ റേറ്റ് കൂടുമ്പോൾ ഡിസോസിയേഷൻ്റെ അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ്റെ റേറ്റ് കൂടും. അപ്പോൾ അയണൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാറ്റയോണിൻ്റെയും സാച്ചുറേറ്റഡ് സൊല്യൂഷനുള്ള അതിൻ്റെ ആനിയോണിൻ്റെയും മോളാർ കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റ് ആണ് നമ്മൾ സോലിബിലിറ്റി പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ബേരിയം PbSO4, ലെഡ് സൾഫേറ്റ് എടുക്കാം. PbSO4 ബ്രേക്ക് ചെയ്യുമ്പോൾ Pb2+ഉം SO4 2- ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സോലിബിലിറ്റി പ്രോഡക്റ്റ് KSP എന്ന് പറയുന്നത് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാറ്റയോണിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ സാച്ചുറേറ്റഡ് സൊല്യൂഷനിലായിരിക്കണം. ആനിയോണിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ SO4 2- കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റ് ആണ് അതിൻ്റെ സോലിബിലിറ്റി പ്രോഡക്റ്റ്. സോലിബിലിറ്റി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനിയോൺസ് പ്രസന്റ് ഇൻ 1 liter ഓഫ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. 1 liter സാച്ചുറേറ്റഡ് സൊല്യൂഷനകത്തുള്ള കാറ്റയോണിൻ്റെയും ആനിയോണിൻ്റെയും മോളാർ കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റ് ആണ് സോലിബിലിറ്റി പ്രോഡക്റ്റ്. ഇപ്പോൾ സോലിബിലിറ്റി പ്രോഡക്റ്റ് ഇനി അതിന് സിംഗിൾ അയോണിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ നമ്മൾ സോലിബിലിറ്റി എന്ന് വിളിക്കും.
അപ്പോൾ സോലിബിലിറ്റിയും സോലിബിലിറ്റി പ്രോഡക്റ്റും തമ്മിലുള്ള ബന്ധമാണ് KSP ഈക്വൽസ് ടു x⁻x y⁻y s⁻x+y. അപ്പോൾ ഇത്രയും ഭാഗമായിരുന്നു ഇക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്ററിൽ. ഇനി ഒരു ഭാഗം കൂടി ഉണ്ട്, സോൾട്ട് ഹൈഡ്രോളിസിസ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട്. അപ്പോൾ ഒരു സോൾട്ട് NaX എന്ന് പറയുന്ന ഒരു സോൾട്ട് എടുത്തു. ഈ സോൾട്ടിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോൾട്ടിൻ്റെ പോസിറ്റീവും വാട്ടറിൻ്റെ നെഗറ്റീവും തമ്മിൽ ചേരും, സോൾട്ടിൻ്റെ നെഗറ്റീവും വാട്ടറിൻ്റെ പോസിറ്റീവും തമ്മിൽ ചേരും. ഇപ്പോൾ സോൾട്ടിലേക്ക് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോൾട്ടിൻ്റെ ഒരു പെർട്ടിക്കുലർ അയോൺ വാട്ടറിൻ്റെ ഓപ്പോസിറ്റ് അയോണുമായിട്ട് ചേർന്ന് അസിഡിക്, ബേസിക് അല്ലെങ്കിൽ ന്യൂട്രൽ സൊല്യൂഷൻസ് കിട്ടും. നമ്മൾ ആ എൻ്റയർ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സോൾട്ട് ഹൈഡ്രോളിസിസ്. അപ്പോൾ അതിൻ്റെ NCERT ടെക്സ്റ്റ് ബുക്കിൽ വീക്ക് ആസിഡും വീക്ക് ബേസും തമ്മിലുള്ള സോൾട്ടിൻ്റെ ഹൈഡ്രോളിസിസ് കോൺസ്റ്റൻ്റ് ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അസിറ്റിക് അമോണിയം അസറ്റേറ്റ് ഒക്കെ വീക്ക് ആസിഡും വീക്ക് ബേസിൻ്റെയും സോൾട്ടാണ്. അപ്പോൾ അതിൻ്റെ pH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ½ × pKa 7 + ½ × pKa - pKb എന്ന്. NCERT ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ് 7 + ½ × pKa - pKb. വീക്ക് ആസിഡിൻ്റെയും വീക്ക് ബേസിൻ്റെയും സോൾട്ടിൻ്റെ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ കിട്ടുന്ന സൊല്യൂഷൻ്റെ pH കണ്ടുപിടിക്കാൻ. ഇനി റിഡോക്സ് റിയാക്ഷനിലേക്ക് വരികയാണെങ്കിൽ വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ് റിഡോക്സ് റിയാക്ഷൻ. വളരെ സിമ്പിളായ ഒരു ചാപ്റ്ററാണ് റിഡോക്സ് റിയാക്ഷൻ. ഈ ചാപ്റ്ററിൽ ആദ്യം ഓക്സിഡേഷൻ റിഡക്ഷൻ ഉള്ള ടേമുകൾ എന്തൊക്കെയാണ്? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ അഡീഷനോ അല്ലെങ്കിൽ ഹൈഡ്രജന്റെ റിമൂവലോ ആണ്. അല്ല എങ്കിൽ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റത്തിന്റെ അഡീഷനാണ്, അല്ലെങ്കിൽ ഇലക്ട്രോ പോസിറ്റീവ് ആറ്റത്തിന്റെ റിമൂവലാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഏത് റിയാക്ഷൻ എന്ന് പറയുന്നത്? റിഡക്ഷൻ എന്ന് പറയുന്നത്. ഹൈഡ്രജന്റെ അഡീഷനോ ഓക്സിജന്റെ റിമൂവലോ ആണ്. അതിന് കറസ്പോണ്ടിങ് ഇലക്ട്രോ പോസിറ്റീവ്, ഇലക്ട്രോ നെഗറ്റീവ് കോമ്പൗണ്ടുകളുടെ അല്ലെങ്കിൽ എലിമെന്റുകളുടെ അഡീഷനോ എലിമിനേഷനോ നമുക്ക് റിഡക്ഷൻ എന്ന് പറയാം. എന്നാൽ മോഡേൺ കൺസെപ്റ്റ് അനുസരിച്ച്, ഇലക്ട്രോണിക് കൺസെപ്റ്റ് അനുസരിച്ച് ഓക്സിഡേഷനും റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന പ്രോസസ്സാണ്. ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് ഓക്സിഡേഷൻ, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ് റിഡക്ഷൻ. ഏത് സ്പീഷീസ് ആണോ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തത് അവർ റെഡ്യൂസിങ് ഏജന്റും ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തവരെ ഓക്സിഡൈസിങ് ഏജന്റ് എന്നും വിളിക്കും. തിരിച്ചാണ്. അപ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തവർ ഓക്സിഡേഷൻ നടന്നവരെല്ലാം റെഡ്യൂസിങ് ഏജന്റുകളാണ്. ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തു, അതായത് റിഡക്ഷൻ നടക്കുന്ന സ്പീഷീസുകൾ റെഡ്യൂസിങ് ഏജന്റുകളല്ല, ഓക്സിഡൈസിങ് ഏജന്റാണ്. അപ്പോൾ ഓക്സിഡേഷൻ നടക്കുന്നവർ റെഡ്യൂസിങ് ഏജന്റും റിഡക്ഷൻ നടക്കുന്നവർ ഓക്സിഡൈസിങ് ഏജന്റുമാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ടിലെ ഓരോ ഇൻഡിവിജ്വൽ എലമെന്റിന്റെയും ഓക്സിഡേഷൻ നമ്പറിനെയാണ് നമ്മൾ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. അതിന് കണ്ടുപിടിക്കാൻ കുറച്ച് റൂളുണ്ട്. ഫ്രീ സ്റ്റേറ്റിൽ ഇരിക്കുന്ന എല്ലാ എലമെന്റുകളുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും 0 ആയിരിക്കും. ഇനി ഒരു സിംഗിൾ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ചാർജിന് തുല്യമായിരിക്കും. അയൺ ഫ്ലൂറിന്റെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും -1 ആയിരിക്കും. ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പറിന് വ്യത്യാസമുണ്ട്. ഓക്സൈഡുകളിൽ -2, പെറോക്സൈഡുകളിൽ -1, സൂപ്പർ ഓക്സൈഡുകളിൽ -1/2. ഇനി ഓക്സി ഫ്ലൂറൈഡുകളിൽ OF2 +2, O2F2 +1. അപ്പോൾ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്, അത് എക്സെപ്ഷണൽ ആയിട്ട് തന്നെ ഓർത്തിരിക്കണം. ഇനി ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സാധാരണഗതിയിൽ +1 ആണ്. ചില മാറ്റങ്ങളൊക്കെ വരും. ലിഥിയം ഹൈഡ്രൈഡും കാൽഷ്യം ഹൈഡ്രൈഡും പോലുള്ള സ്പീഷീസുകൾ അതിന് മൈനസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരാം. ഒരു കോമ്പൗണ്ടിലെ എല്ലാ സ്പീഷീസ്, എല്ലാ എലമെന്റുകളുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ സമ്മ് കൂട്ടിയാൽ 0 വരാവുള്ളൂ. അതായത് ഓൾജിബ്രാക് സം ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓൾ ദി ആറ്റം പ്രസന്റ് ഇൻ എ ന്യൂട്രൽ മോളിക്യൂൾ ഈസ് ഓൾവേസ് ഈക്വൽ ടു 0. ഇനി ചാർജ് ഉള്ള അയോൺസുകൾ, റാഡിക്കലുകളാണ് എങ്കിൽ കൂട്ടിക്കഴിയുമ്പോൾ കിട്ടുന്നത് ആ റാഡിക്കലിന്റെ ഓൾ ടുഗെദർ ഉള്ള ചാർജ് ആയിരിക്കണം വരേണ്ടത്. ഇനി ഓക്സിഡേഷൻ നമ്പറിന്റെ ടേമിൽ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്നതായിരിക്കും? ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. ഓക്സിഡേഷൻ നമ്പറിനെ കൂട്ടുന്ന പ്രോസസ്സുകൾ, അതായത് +1 നിന്ന് +2 മാറുകയാണ്. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സുകൾ ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുന്ന പ്രോസസ്സുകൾ റിഡക്ഷൻ ആണ്. ആർക്കാണോ ഓക്സിഡേഷൻ നമ്പർ കൂടിയത് അവർ റെഡ്യൂസിങ് ഏജന്റ് ആണ്. ആർക്കാണോ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞത് അവർ ഓക്സിഡൈസിങ് ഏജന്റുകളാണ്. അപ്പൊ അങ്ങനെയും ഓർത്തിരിക്കാം. അപ്പോൾ ഓക്സിഡേഷൻ നമ്പറിനെ ബേസ് ചെയ്തിട്ട് നമ്പർ കൂട്ടുന്ന പ്രോസസ്സുകൾ ഓക്സിഡേഷൻ, നമ്പർ കുറയുന്ന പ്രോസസ്സുകൾ റിഡക്ഷൻ. അപ്പോൾ നമ്പർ കൂട്ടുന്ന പ്രോസസ്സുകൾ ഓക്സിഡേഷൻ ആണ് എങ്കിൽ ഏത് സ്പീഷീസിനാണോ നമ്പർ കൂടിയത് ആ സ്പീഷീസ് റെഡ്യൂസിങ് ഏജന്റ് ആണ്, തിരിച്ച് ഓക്സിഡൈസിങ് ഏജന്റുമായിട്ട് വരും. ഇനി ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്ന സമയത്ത് അവരുടെ ഒരു ചെറിയൊരു എക്സെപ്ഷണൽ കേസുകളാണ്. ചില സ്പീഷീസുകളുടെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ കാർബൺ സബ് ഓക്സൈഡ് എടുക്കുകയാണ്, C3O2. C3O2 എടുക്കുമ്പോഴേക്കും 2 ഓക്സിജന്റെ ഒരെണ്ണത്തിന് -2 വെച്ച് 2 എണ്ണത്തിന് ആകുമ്പോൾ -4 വരും. അങ്ങനെയാണെങ്കിൽ ഓൾ ടുഗെദർ 3 കാർബണിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എത്ര വരും? +4 വരണം. അപ്പം 3 കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്
+4 വരണമെങ്കിൽ ഒരു കാർബണിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് +4/3 അല്ലേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഫ്രാക്ഷനാണ് വരേണ്ടത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ആക്ച്വലി അതിന്റെ സ്ട്രക്ചർ അനുസരിച്ച് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കാർബൺ സബ് ഓക്സൈഡിന്റെ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്സിജൻ ഡബിൾ ബോണ്ട് കാർബൺ, ഡബിൾ ബോണ്ട് കാർബൺ, അഗൈൻ ഡബിൾ ബോണ്ട് കാർബൺ, ഡബിൾ ബോണ്ട് O. അപ്പോൾ അതിലെ സെൻട്രൽ കാർബണിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് 0 അടുത്ത രണ്ട് കാർബണുകളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 അപ്പോൾ അങ്ങനെയാണ് രണ്ടുപേരുടെയും ഓക്സിജൻ സ്റ്റേറ്റ് +2 +2 കൂട്ടുമ്പോഴാണ് ഓൾ ടുഗെദർ 3 പേരോട് ചേർന്ന് +4 വരേണ്ടത്. അതുപോലെ തന്നെയാണ് ട്രൈ ബ്രോമോ ഒക്ട ഓക്സൈഡ്. അപ്പോൾ അതിൻ്റെയും എക്സ്പെക്ട് ചെയ്യുന്ന 3 പേരുടെയും ആ 3 ബ്രോമിൻ്റെയും കൂടെ ഓക്സിജൻ സ്റ്റേറ്റ് 16/3 ആണ് വരേണ്ടിയിരുന്നത്. പക്ഷേ അല്ലെങ്കിൽ 16 മൊത്തത്തിൽ വരേണ്ടിയിരുന്നത്. 16 വരുന്നത് എങ്ങനെയാണ്? 6 6 4 6 6 12 4 16 എന്നുള്ളതാണ്. അല്ലാതെ 16/3 ഫ്രാക്ഷൻ ആയിട്ടല്ല വരേണ്ടത്. സെൻട്രലിൽ ഇരിക്കുന്ന ബ്രോമിൻ്റെത് +4, ബാക്കി രണ്ടെണ്ണത്തിൻ്റെയും +6 ആണ്. അപ്പോൾ ഇതുപോലെ എക്സെപ്ഷണലായിട്ട് നമ്മൾ അതിനെ പാരഡോക്സ് ഓഫ് ഫ്രാക്ഷണൽ ഓക്സിഡേഷൻ നമ്പർ എന്നൊക്കെയാണ് ടെക്സ്റ്റിൽ ഒരു കോളം വരച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് 2-3 കോമ്പൗണ്ടുകളുണ്ട്, അത് നോക്കി വെച്ചേക്കുക. ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റുമായിട്ട് കണക്ട് ചെയ്ത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണിത്. ഇൻ ദി അബോവ് റിയാക്ഷൻ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് കാർബൺ ഈസ്. ഇതിലെ കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള ചേഞ്ച് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. CH4ലും കാർബൺ ഉണ്ട്, CCl4ലും കാർബൺ ഉണ്ട്. ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും +1 ആണ്. അപ്പം 4 ഹൈഡ്രജൻ ആകുമ്പോഴേക്കും +4 ആണ് വരേണ്ടത്. അപ്പോൾ ഒബ്വിയസ്ലി കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -4 അല്ലേ വരേണ്ടത്. അപ്പം 4 ഹൈഡ്രജൻ്റെത് +4, അപ്പോൾ ഒബ്വിയസ്ലി കാർബണിൻ്റെത് ഇറ്റ് വിൽ ബി -4. ഇനി ക്ലോറിൻ ആണെങ്കിലോ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ഹാലോജൻ ആണ്. അപ്പോൾ പ്രോബബ്ലി ക്ലോറിൻ്റെത് -1 ആണ്. 4 ക്ലോറിൻ ആകുമ്പോൾ -4 വരും. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ കാർബണിന്റെ ചാർജ് എന്ത് വരണം? +4 വരണം. അതായത് ലെഫ്റ്റ് സൈഡിലുള്ള റിയാക്ടന്റിൽ നിന്ന് റൈറ്റ് സൈഡിലുള്ള പ്രോഡക്റ്റിലേക്ക് മാറുന്ന സമയത്ത് ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് -4 എന്തിലേക്ക് മാറി? +4ലേക്ക് മാറി. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ ചേഞ്ചുകൾ ഓർത്തിരിക്കുക. ഇനി ബാലൻസിങ് ഓഫ് റിയാക്ഷൻ ഉണ്ട്, ഹാഫ് റിയാക്ഷൻ മെത്തേഡ് ഉണ്ട്, ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഉണ്ട്. അത് രണ്ടും നിങ്ങൾ ടെക്സ്റ്റിലെ വർക്കൗട്ട് എക്സാമ്പിൾ നോക്കി വേണം പഠിക്കാൻ വേണ്ടി. ബാലൻസിങ് അവൻ സ്റ്റോഷിയോമെട്രിക് കോയിഫ് ബാലൻസ് ചെയ്തിട്ട് അതിന്റെ കോയിഫിഷ്യന്റ് എത്രയാണെന്നൊക്കെ എഴുതാനൊക്കെ അവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന സെക്കൻഡ് ഇയറിന്റെ ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്ററിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ 2-3 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ കണ്ടക്ടൻസിനെ ബേസ് ചെയ്തിട്ടാണ്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇലക്ട്രോളിസിസ് ആണ്. 3 ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളും ഫ്യൂവൽ സെല്ല് പിന്നെ കൊമേഴ്ഷ്യൽ സെല്ലുകളാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗം ഇലക്ട്രോളിറ്റിക് കണ്ടക്ടേഴ്സ് ആണ്. കറണ്ടിനെ കടത്തിവിടുമ്പോൾ സെൽഫായിട്ട് അയണൈസ് ചെയ്യപ്പെടുന്ന സ്പീഷീസുകളെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോളിറ്റിക് കണ്ടക്ടൻസ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ റെസിസ്റ്റൻസ് പറയും. അതായത് മെറ്റാലിക് കണ്ടക്ടറിലെ പോലെ തന്നെ റെസിസ്റ്റൻസ് ഉണ്ട്. ഓം ആണ് യൂണിറ്റ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് R = ρ × L/A. ലെങ്ത് ഓഫ് ദി കണ്ടക്ടറിനും ഏരിയ ഓഫ് കണ്ടക്ടറിനും ലെങ്തിന് ഡയറക്ട്ലി പ്രപ്പോർഷണലും ഏരിയയ്ക്ക് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലുമാണ്. അപ്പോൾ R = ρ × L/A. ആ റോയ്ക്ക് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് വിളിക്കും, അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് വിളിക്കും. ഇനി റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ് ρ = R × തിരിച്ചാണ് A/L എന്ന് വിളിക്കും. ഇനി റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കലാണ് കണ്ടക്ടൻസ് എന്ന് വിളിക്കുന്നത്. റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലാണ് കണ്ടക്ടിവിറ്റി. അപ്പോൾ കണ്ടക്ടിവിറ്റിയെ നമ്മൾ കാപ്പ എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. കാപ്പ = 1/ρ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/R × L/A. ഇതിലെ L/A ലെങ്ത് ഓഫ് ദി കണ്ടക്ടറും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ആ റേഷ്യോയ്ക്ക് വിളിക്കുന്ന പേരാണ് സെൽ കോൺസ്റ്റന്റ്. L/A is called cell constant. ലെങ്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും. ഒരു 1 മോളാർ സൊല്യൂഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്, 1 മോളാർ സൊല്യൂഷൻ ഓഫ് ഇലക്ട്രോലൈറ്റിനകത്തെ എല്ലാ അയോൺസിന്റെയും കണ്ടക്ടിങ് പവറിന്റെ സമ്മിനെയാണ് നമ്മൾ മോളാർ കണ്ടക്ടൻസ് എന്ന് വിളിക്കുന്നത്. മോളാർ കണ്ടക്ടൻസ് ഇസ് എ കണ്ടക്ടിങ് പവർ ഓഫ് ഓൾ ദി അയോൺ derived or produced during അല്ലെങ്കിൽ produced in 1 molar solution of an electrolyte. നമ്മൾ അതിനെ λm കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. λm = 1000 × കണ്ടക്ടിവിറ്റി ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. ഇനി ഇത് തന്നിരിക്കുന്ന യൂണിറ്റ് നോക്കണം, സീമെൻ cm²/mol ആണെന്ന്. മീറ്റർ സ്ക്വയറിലാണ് എങ്കിൽ 1000 താഴെ ആയിരിക്കും വരേണ്ടത്. കണ്ടക്ടിവിറ്റി ഡിവൈഡഡ് ബൈ 1000 × മൊളാരിറ്റി എന്നാണ്. ഇനി നോർമാലിറ്റി ആണെങ്കിൽ അതിന് മോളാർ കണ്ടക്ടൻസ് എന്നല്ല, ഇക്വലന്റ് കണ്ടക്ടൻസ് λ ഇക്വലന്റ് എന്ന് വിളിക്കും. ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെയും ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെയും മോളാർ കണ്ടക്ടൻസും കോൺസെൻട്രേഷനും പ്ലോട്ട് ചെയ്തിട്ടുള്ള ഗ്രാഫാണ്. അപ്പോൾ x ആക്സിസിൽ കോൺസെൻട്രേഷന്റെ സ്ക്വയർ റൂട്ടാണ് √C യും
വൈ ആക്സിസിൽ മോളാർ കണ്ടക്റ്റൻസും പ്ലോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് വെൻ യു ആർ ഡയലൂട്ടിങ് ആദ്യത്തെ ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എടുക്കുകയാണെങ്കിൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ ഡയലൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് വെൻ യു ആർ ഡിക്രീസിങ് ദി കോൺസെൻട്രേഷൻ മോർ അയോൺസ് വിൽ പ്രൊഡ്യൂസ്, കൂടുതൽ അയോൺസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അയോൺസ് മാത്രമല്ല മൊബിലിറ്റിയും കൂടും. ഹയർ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ മൊബിലിറ്റിയെ പറ്റിയൊക്കെ പഠിക്കുന്നു. അപ്പോൾ മൂവബിലിറ്റി അല്ലെങ്കിൽ മൊബിലിറ്റി കൂടുമ്പോഴേക്കും അവരുടെ കണ്ടക്ടിവിറ്റി കൂടി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എപ്പോഴും ഒരു സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. ആ സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് വൈ ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ കോൺസെൻട്രേഷനും ഒരു 4-5 സെറ്റ് കോൺസെൻട്രേഷൻ ഇടും, അതിന്റെ കറസ്പോണ്ടിങ് ആയ മോളാർ കണ്ടക്റ്റൻസൂടെ പ്ലോട്ട് ചെയ്തിട്ട് ഗ്രാഫ് വരച്ചാൽ മതി. അപ്പോൾ മോളാർ കണ്ടക്റ്റൻസും അവരുടെ കോൺസെൻട്രേഷനും പ്ലോട്ട് ചെയ്തിട്ട് ഒരു 4-5 ഗ്രാഫ് സെറ്റ് വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു സ്ട്രേറ്റ് ലൈൻ കിട്ടും. ഈ സ്ട്രേറ്റ് ലൈനെ വൈ ആക്സിസിലേക്ക് എക്സ്ട്രാപൊലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വൈ ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് λ0 m എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെയുള്ള ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫാണ് ഈ കൊടുത്തിരിക്കുന്നത്. വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വളരെ ആദ്യത്തെ സ്റ്റേജിലൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് മാത്രമേ അതിന്റെ മോളാർ കണ്ടക്റ്റൻസ് കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് വേരി ചെയ്യുന്നുള്ളൂ. ഒരു 50% ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഒരു സഡൻ ആയിട്ട് ഒരു ഇൻക്രീസ് ആണ് അവിടെ കാണപ്പെടുന്നത്. ഒരു സ്റ്റഡി ഇൻക്രീസ് ഉണ്ട്, ഷാർപ്പ് ഇൻക്രീസ് ഉണ്ട്. അപ്പോൾ അത് വൈ ആക്സിസിലേക്ക് ഒരിക്കലും മീറ്റ് ചെയ്യത്തില്ല. വൈ ആക്സിസിലേക്ക് മീറ്റ് ചെയ്യാതെ അത് നേരെ അങ്ങ് പോവുകയാണ്. അപ്പോൾ വൈ ആക്സിസിലേക്ക് ഒരിക്കലും മീറ്റ് ചെയ്യാതെ ഒരു കർവ് ഷേപ്പ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന എപ്പോഴും ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ λm √c പ്ലോട്ട് ചെയ്യുന്ന ഗ്രാഫ്. ആയതിനാൽ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്റ്റൻസും അവരുടെ കോൺസെൻട്രേഷനും പ്ലോട്ട് ചെയ്യുന്ന ഗ്രാഫിൽ നിന്ന് ഒരിക്കലും അതിന്റെ λ0 m കാൽക്കുലേറ്റ് ചെയ്യാൻ സാധ്യമല്ല. ആയതിനാൽ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ λ0 m കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കിയ ഒരു ലോയാണ് കോൾറാഷസ് ലോ എന്ന് പറയുന്നത്. കോൾറാഷസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ് എന്നൊക്കെയാണ് പറയുന്നത്. ലോയുടെ ഏറ്റവും എളുപ്പമുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് വാട്ട് എവർ ബി ദ ഇലക്ട്രോലൈറ്റ്, വെദർ ഇറ്റ് ഇസ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഓർ വീക്ക് ഇലക്ട്രോലൈറ്റ്, വാട്ട് എവർ ബി ദ ഇലക്ട്രോലൈറ്റ്, molar conductance at infinite dilution of any electrolyte will be the sum of molar ionic conductance of its cations and anions. അതിലെ കാറ്റയോണിന്റെയും ആനിയോണിന്റെയും മോളാർ കണ്ടക്റ്റൻസിന്റെ പ്രോഡക്റ്റ് ആണ്, അല്ലെങ്കിൽ മോളാർ കണ്ടക്റ്റൻസിന്റെ സം ആണ് അതിന്റെ ടോട്ടൽ മോളാർ കണ്ടക്റ്റൻസ്. λ0 m ഓഫ് എ ബി. അപ്പോൾ എ ബി എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസിന്റെ λ0 m കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ λ0 m ഓഫ് എ പ്ലസ് λ0 m ഓഫ് ബി മൈനസ് ചെയ്താൽ മതി. കാറ്റയോണിന്റെ മോളാർ അയോണിക് കണ്ടക്റ്റൻസ് എ പ്ലസും ആനിയോണിന്റെ മോളാർ അയോണിക് കണ്ടക്റ്റൻസ് ബി മൈനസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ λ0 m ഓഫ് എ ബി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കോൾറാഷസ് ലോ കണ്ടുപിടിച്ചത് തന്നെ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ അതിന് NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് λ0 m ഓഫ് അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് മാത്രമല്ല ബേരിയം ഹൈഡ്രോക്സൈഡിന്റെയോ അമോണിയം ഹൈഡ്രോക്സൈഡിന്റെ ഒക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അസറ്റിക് ആസിഡിന്റെ λ0 m കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളായ സോഡിയം അസറ്റേറ്റിന്റെ മോളാർ കണ്ടക്റ്റൻസും മറ്റൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയ HClന്റെ മോളാർ കണ്ടക്റ്റൻസും കൂട്ടുക. അപ്പോൾ അസറ്റേറ്റിന്റെ വാല്യൂവും കിട്ടി, എച്ചിന്റെ വാല്യൂവും കിട്ടി. അപ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ അസറ്റിക് ആസിഡായി. അപ്പോൾ എക്സ്ട്രാ വരുന്നതാണ് Naയും Clയും. അപ്പോൾ അതിനകത്ത് നിന്ന് λ0 m ഓഫ് NaCl കുറച്ചാൽ മതി. അപ്പോൾ 3 സെറ്റ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് അത് കമ്പൈൻ ചെയ്തിട്ട് മറ്റൊരെണ്ണം വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കണ്ണി കണ്ടവരുടെ ഒന്നും അല്ല എടുക്കേണ്ടത്, നോക്കേണ്ടത് ഏതിൻ്റെയാണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ 2 അയോൺസുകളും ഉള്ള സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എടുക്കണം. അപ്പോൾ എക്സ്ട്രാ വരുന്ന ഇലക്ട്രോലൈറ്റ് അതിൽ നിന്ന് കുറച്ചാലും മതി. ഇനി ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ കണ്ടുപിടിക്കാനും നമുക്ക് കോൾറാഷസ് ലോ ഉപയോഗിക്കാം. ആൽഫ ഈക്വൽസ് ടു λcm ഡിവൈഡഡ് ബൈ λ0 m. ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷനുള്ള അതിൻ്റെ മോളാർ കണ്ടക്റ്റൻസിനെ ഇൻഫിനിറ്റ് ഡയലൂഷനിലുള്ള മോളാർ കണ്ടക്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് അതിൻ്റെ ആൽഫ വാല്യൂ ആയിരിക്കും. ആൽഫ വാല്യൂ അറിയാമെങ്കിൽ Ka ഈക്വൽസ് ടു C⁴² ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫയാണ്. 1 മൈനസ് ആൽഫ അപ്രോക്സിമേറ്റ്ലി 1 ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ Ka ഈക്വൽസ് ടു C⁴² എന്ന ഇക്വിലിബ്രിയത്തിൽ ഒരു ഇക്വേഷൻ ചെയ്തത്. അപ്പോൾ ആൽഫയുടെ വാല്യൂ അറിയാമെങ്കിൽ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് Kയുടെ വാല്യൂ കോൺസെൻട്രേഷൻ അറിയാമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 2 ആപ്ലിക്കേഷൻ ഉണ്ട്. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്. ഫാരഡേയുടെ ലോ ഇതാണ്. അപ്പോൾ നമ്മൾ ഒരു ഇലക്ട്രോലൈറ്റിലേക്ക് കാഥോഡും ആനോഡും ഒക്കെ വെച്ച് ഇലക്ട്രിസിറ്റി കടത്തി വിട്ടിട്ടുണ്ട് എങ്കിൽ ഇലക്ട്രോലൈറ്റ് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. കാറ്റോണുകൾ കാഥോഡിലേക്ക് പോവുകയും അവിടെ വെച്ച് അവർക്ക് റിഡക്ഷൻ നടന്ന് ഡിപ്പോസിറ്റ് ചെയ്യും എക്സെപ്റ്റ് ഹൈഡ്രജൻ. ആനിയോൺസുകൾ ആനോഡിലേക്ക് പോവുകയും അവിടെ വെച്ച് ഓക്സിഡേഷൻ നടന്ന് അവർ ഗ്യാസുകളായിട്ട് ലിബറേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ കാറ്റോൺസുകൾ കാഥോഡിലേക്കും
ആനിയോൺസുകൾ ആനോഡിലേക്കും പോയി അവിടെ വെച്ച് കറസ്പോണ്ടിങ് റിയാക്ഷൻ നടന്ന് കാഥോഡിൽ കാറ്റയോൺസുകൾ ഡിപ്പോസിറ്റ് ചെയ്യും, ഹൈഡ്രജൻ ഒഴിച്ച്. ഹൈഡ്രജൻ ആണെങ്കിൽ ലിബറേറ്റ് ചെയ്യാണ്. ആനോഡിൽ ആനിയോൺസുകൾ കറസ്പോണ്ടിങ് ഗ്യാസുകളായിട്ട് ലിബറേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ഇലക്ട്രോഡിൽ കാഥോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയോ ആനോഡിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുകയോ ചെയ്തതായിട്ടുള്ള മെറ്റലിന്റെ അല്ലെങ്കിൽ നോൺ മെറ്റലിന്റെ മാസ് എന്ന് പറയുന്നത് അതിലൂടെ കടത്തിവിട്ട കറണ്ടിന് പ്രപ്പോർഷണൽ ആയിരിക്കും. മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡിപ്പോസിറ്റഡ് or liberated at an electrode is directly proportional to the quantity of electricity passed through it. നമ്മൾ അതിൽ നിന്നാണ് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയത്. W is proportional to Q, W equals to ZQ, W equals to ZIT. അതിലെ Z എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ്, I എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് ആംപെയർ യൂണിറ്റിലുള്ളത്, T എന്ന് പറയുന്നത് അതിൻ്റെ ടൈമാണ്, I into T, എത്ര സെക്കൻഡ് പാസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. Z കണ്ടുപിടിക്കാൻ അറ്റോമിക് വെയിറ്റ് ഡിവൈഡഡ് ബൈ ചാർജ് ഇൻറ്റു വാലൻസി ഇൻറ്റു ഫാരഡേ കോൺസ്റ്റന്റ് എന്ന് ചെയ്താൽ മതി, എഫിന്റെ വാല്യൂ ഇട്ടാലും മതി. സെക്കൻഡ് ലോ, വ്യത്യസ്തങ്ങളായ ഇലക്ട്രോലൈറ്റുകളെ ഒരേ എമൗണ്ട് ഓഫ് കറണ്ട് ആണ് കടത്തിവിടുന്നതെങ്കിൽ വെൻ സെയിം എമൗണ്ട് ഓഫ് കറണ്ട് അല്ലെങ്കിൽ സെയിം എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ ഡിഫറെന്റ് ഇലക്ട്രോലൈറ്റ് കണക്റ്റഡ് ഇൻ സീരീസ്, then the mass of substance deposited in each electrode is directly proportional to the electrochemical equivalent എന്നാണ്. അപ്പോൾ വ്യത്യസ്തമായ 3 ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനിലേക്കും ഒരേ എമൗണ്ട് കറണ്ട് ആണ് കടത്തിവിടുന്നതെങ്കിൽ ഓരോ ഇലക്ട്രോലൈറ്റിലും അല്ലെങ്കിൽ ഓരോ ഇലക്ട്രോഡിലും ഡിപ്പോസിറ്റ് ചെയ്യുന്ന മെറ്റലിന്റെ അളവെന്ന് പറയുന്നത് അതാതിന്റെ ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റിന് തുല്യമായിരിക്കും. ഫോർ എക്സാമ്പിൾ W1, W2 ആർ ദി മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡിപ്പോസിറ്റഡ് ആൻഡ് E1 ആർ ദി ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് ഓഫ് ദർ ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് ഓഫ് ഏതാണോ 1 and 2 എലമെന്റ്, then W1 by W2 will be equal to E1 by E2. ഇനി ഒരു സ്പെഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പോൾ കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന ഈ സൊല്യൂഷനിലേക്ക് കറണ്ട് കടത്തിവിടുമ്പോൾ അത് ബ്രേക്ക് ചെയ്ത് കോപ്പർ 2+ SO4 2- ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതിലെ കോപ്പർ 2+ എന്ന് പറയുന്നത് കാഥോഡിലേക്ക് ചെല്ലുകയും അവിടെ വെച്ച് 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് കോപ്പർ മെറ്റലായിട്ട് അവർ ഡിപ്പോസിറ്റ് ചെയ്യും. Copper 2+ will accept 2 electrons. They were accepting 2 electron, gaining ആണ്. Loss അല്ല, gaining 2 electrons and they deposited as copper on the surface of cathode. Cathodeന്റെ സർഫസിൽ കോപ്പർ മെറ്റൽ ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യും. According to this equation, when 1 mole of copper is deposited by accepting 2 electron, അപ്പോൾ 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് 1 മോൾ കോപ്പർ ഡിപ്പോസിറ്റ് ചെയ്തത്. And the entire electrolysis process is required 2 farad of electricity. അതായത് 1 മോൾ കോപ്പറിനെ ഡിപ്പോസിറ്റ് ചെയ്യിപ്പിക്കാൻ 2 ഇലക്ട്രോൺസ് ആണ് അക്സെപ്റ്റ് ചെയ്തതെങ്കിൽ ആ പ്രോസസ്സിന് ആവശ്യമായിട്ട് വരുന്ന കറണ്ടിന്റെ അളവെന്ന് പറയുന്നത് 2 ഫാരഡ് ആയിരിക്കും, N ഫാരഡ്. നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞാൽ 1 mole of a metal is deposited by accepting N electron, then the quantity of electricity required for this process would be N farad ആയിരിക്കും. ഒരു അഡീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എടുത്തത്. When same amount of electricity is passed through aqueous solution of silver nitrate. അപ്പോൾ സിൽവർ നൈട്രേറ്റിൽ Ag+ ഉണ്ട്, കോപ്പർ സൾഫേറ്റിൽ Cu2+ ഉണ്ട്, AuCl3 Au3+ ഉണ്ട്. അവരുടെ കറസ്പോണ്ടിങ് ആയ റിയാക്ഷൻ ആണ് Ag+ + 1 ഇലക്ട്രോൺ ഗിവ്സ് Ag. അപ്പോൾ 1 മോൾ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി 1 ഫാരഡ് ഓഫ് ഇലക്ട്രിസിറ്റി കടത്തിവിടണം. കോപ്പർ 2+ ആണെങ്കിൽ Cu2+ + 2 ഇലക്ട്രോൺ ഗിവ്സ് കോപ്പർ. ദാറ്റ് ഈസ് 1 മോൾ കോപ്പർ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി 2 ഫാരഡ് ഇലക്ട്രിസിറ്റി വേണം. Au ആണെങ്കിൽ Au3+ + 3 ഇലക്ട്രോൺ ഗിവ്സ് Au, which means 1 മോൾ ഗോൾഡ് ഡിപ്പോസിറ്റ് ചെയ്യാൻ 3 ഫാരഡ് ഓഫ് ഇലക്ട്രിസിറ്റി വേണം. ഇനി ഇവർ മൂന്നിലേക്കും ഒരേ എമൗണ്ട് ഓഫ് കറണ്ട് ആണ് കടത്തിവിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഏറ്റവും കൂടുതൽ ഫാരഡ് ആർക്കാണോ അതിൻ്റെ വെച്ചിട്ട് എല്ലാത്തിനും അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെയും 3 ഫാരഡ് ആണെങ്കിൽ 1 മോൾ ഫാരഡിന് 1 മോൾ ആണെങ്കിൽ 3 ഫാരഡിന് 3 മോൾ ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? 2 ഫാരഡിന് 1 മോൾ ആണെങ്കിൽ 3 ഫാരഡിന് എത്രയായിരിക്കും? 2 ഫാരഡിന് 1 മോൾ ആണെങ്കിൽ 3 ഫാരഡിന് 3/2 മോൾ ആയിരിക്കില്ലേ? ഇവിടെ 3 ഫാരഡിന് 1 മോൾ. അപ്പോൾ ഒരേ എമൗണ്ട് ഓഫ് കറണ്ടിന് ആനുപാതികമായിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് കിട്ടി. അതായത് 3:3/2:1 ആണ്. ഇനി പെർഫെക്റ്റ് റേഷ്യോയിലേക്ക് എത്തിക്കാൻ വേണ്ടി 2 കൊണ്ട് മൾട്ടിപ്ലൈ കൂടെ ചെയ്തു. സോ ദ ആൻസർ വിൽ ബി 6:3:2 എന്ന് കിട്ടും. 6:3:2 എന്ന് കിട്ടും. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഫാരഡേയുടെ ഇലക്ട്രോളിസിസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളിലേക്ക് വരുന്നാൽ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സെല്ലുകളാണ് ഇലക്ട്രോ കെമിക്കൽ സെൽ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഗാൽവാനിക് സെൽ. ഇപ്പോൾ ഗാൽവാനിക് സെല്ലിൽ 2 ഹാഫ് സെല്ലുകളുണ്ട്. റൈറ്റ് ഹാൻഡ് സൈഡിൽ ആനോഡ് ആണ്, റൈറ്റ് ഹാൻഡ് സൈഡ് കാഥോഡ് ആണ്, അവിടെ വെച്ചാണ് റിഡക്ഷൻ നടക്കുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാഥോഡ് ആനോഡ് ആണ്, അവിടെയാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് ആനോഡ് ഓക്സിഡേഷൻ, റൈറ്റ് ഹാൻഡ് സൈഡ് കാഥോഡ് റിഡക്ഷൻ ആണ്.
അപ്പോൾ അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ റൈറ്റ് ഹാൻഡ് സൈഡിലെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറച്ചാൽ മതി. അല്ലെങ്കിൽ കാഥോഡ് കമ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആനോഡ് കമ്പാർട്ട്മെന്റിലെ വാല്യൂ കുറച്ചാൽ മതി. ഇനി അതിൻ്റെ ഒരു ഇലക്ട്രോഡിന്റെ EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് EMF ഓഫ് ആൻ ഇലക്ട്രോഡ്. EMF ഓഫ് ആൻ ഇലക്ട്രോഡ് ഈക്വൽസ് ടു സ്റ്റാൻഡേർഡ് EMF ഓഫ് ദി ഇലക്ട്രോഡ് മൈനസ് 0.0591 ബൈ n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോഗ് 1 ബൈ mn പ്ലസ്. അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിങ്കും അതുപോലെ തന്നെ നിക്കലും തന്നിട്ടുണ്ട്. അപ്പോൾ സിങ്കിന്റെ വാല്യൂ സിങ്കിന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത് -0.76 വോൾട്ട് സിങ്ക് ആണ്. നിക്കലിന്റെ വാല്യൂ ആണ് -0.25 വോൾട്ടേജ്. രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് കുറവ് നെഗറ്റീവ് ഉള്ളതിനെ റിഡക്ഷൻ പൊട്ടൻഷ്യലായിട്ടും അതായത് റൈറ്റ് ഹാൻഡ് സൈഡ് സെല്ലായിട്ടും കൂടുതൽ നെഗറ്റീവ് വാല്യൂ ഉള്ളതിനെ ഓക്സിഡേഷൻ സെല്ലായിട്ട് എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ EMF ഓഫ് ദി സെല്ല് ഈക്വൽസ് ടു എന്തിൻ്റെ വാല്യൂ ആ -0.25 -0.76. ഇറ്റ് വിൽ ബി +0.51 വോൾട്ടേജ് എന്ന് വരും. ഓപ്ഷൻ ഇ. അപ്പം -0.25ഉം -0.76 ആണ് തന്നിരിക്കുന്നത്. അപ്പം രണ്ടിലും ഇലക്ട്രോ കെമിക്കൽ സീരീസ് അനുസരിച്ച് നെഗറ്റീവ് വാല്യൂ കുറയുന്നതിനനുസരിച്ച് അത് റിഡക്ഷൻ നടക്കാനുള്ള ടെൻഡൻസി കൂടും. നെഗറ്റീവ് വാല്യൂ കൂടുതലുള്ളവർക്ക് ഓക്സിഡേഷൻ ആയിരിക്കും. അപ്പോൾ അവരിൽ റിഡക്ഷൻ ഹാഫ് സെല്ലായിട്ട് ഉപയോഗിക്കേണ്ടത് സിങ്കിനെയും നിക്കലിനെയും, ഓക്സിഡേഷൻ ഹാഫ് സെല്ലായിട്ട് സിങ്കിനെയും വേണം ഉപയോഗിക്കാൻ വേണ്ടി. ഒരു EMF ഓഫ് സെല്ല് കണ്ടുപിടിക്കാനുള്ള നഴ്സ്ഡ് ഇക്വേഷൻ ആണ് ഒരു സെല്ലിന്റെ EMF E സെൽ ഈക്വൽസ് ടു E0 സെൽ മൈനസ് 2.303 RT ഡിവൈഡഡ് ബൈ NF ലോഗ് എത്ര കിട്ടും? കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. നമുക്ക് വേണമെങ്കിൽ 2.303 RT ഡിവൈഡഡ് ബൈ NFനെ പകരം 0.0591 ഡിവൈഡഡ് ബൈ N ഇൻറ്റു ലോഗ് പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ എടുക്കാം. ഇനി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും സ്റ്റാൻഡേർഡ് EMF തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് E0 സെൽ ഈക്വൽസ് ടു 0.0591 ലോഗ് Kc 0.0591 ഡിവൈഡഡ് ബൈ N ഇൻറ്റു ലോഗ് Kc. ഇനി സ്റ്റാൻഡേർഡ് EMFും അതുപോലെ തന്നെ ഫ്രീ എനർജി തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ΔG0 ഈക്വൽസ് ടു -NF E0 ഓഫ് ദി സെൽ. ഇനി കൊമേഴ്ഷ്യൽ സെല്ലുകളെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് ടൈപ്പ് കൊമേഴ്ഷ്യൽ സെല്ലുകളുണ്ട്. പ്രൈമറി സെല്ലുകളുമുണ്ട്, സെക്കൻഡറി സെല്ലുകളുണ്ട്. റീചാർജ് ചെയ്യാൻ പറ്റാത്ത നോൺ റീചാർജബിൾ സെല്ലുകളാണ് പ്രൈമറി സെൽ. റീചാർജബിൾ സെല്ലുകളാണ് സെക്കൻഡറി സെൽ. പ്രൈമറി സെല്ലിന് എക്സാമ്പിൾ ആണ് ലെക്ലാഞ്ചി സെൽ അല്ലെങ്കിൽ ഡ്രൈ സെല്ല്. അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ ആണ് മെർക്കുറി സെല്ല്. സെക്കൻഡറി സെല്ലുകളാണ് ലെഡ് സ്റ്റോറേജ് സെല്ലും നിക്കൽ കാഡ്മിയം സെല്ലും. ഇവരുടെ ആനോഡ് കാഥോഡ് ഇലക്ട്രോഡുകൾ അതായത് ഇലക്ട്രോലൈറ്റുകൾ, EMF എന്താ, റിയാക്ഷൻസ് എന്താണെന്നൂടെ ചേർത്ത് വേണം ഈ ഭാഗം പഠിച്ചു വെക്കാൻ വേണ്ടി. ഫ്യൂവൽ സെല്ലുകളിലേക്ക് വരികയാണെങ്കിൽ ഫ്യൂവലിന്റെ ഓക്സിഡേഷൻ റിയാക്ഷൻസ് നടക്കുന്നതിന് ഫലമായി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകൾക്കാണ് ഫ്യൂവൽ സെൽ എന്ന് വിളിക്കുന്നത്. ഫ്യൂവൽ സെൽസ് ആർ ഡിവൈസസ് വിച്ച് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ബൈ മീൻസ് ഓഫ് ഫ്യൂവൽ ഓക്സിഡേഷൻ. ഫ്യൂവൽ ഓക്സിഡേഷൻ നടക്കുന്നതിന്റെ ഫലമായി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളാണ് ഫ്യൂവൽ സെല്ല്. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല്. ഹൈഡ്രജൻ ഗ്യാസ് ആനോഡിലൂടെയും ഓക്സിജൻ ഗ്യാസ് കാഥോഡിലൂടെയും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് അക്വ സൊല്യൂഷനിലേക്ക് കടത്തിവിടുമ്പോൾ ഈ പറഞ്ഞ ഓവറോൾ റിയാക്ഷൻ നടക്കും. ഇതിന്റെ ഓവറോൾ റിയാക്ഷൻ ഇങ്ങനെയാണ്: 2H2 plus O2 gives 2H2O എന്നാണ് ഒരു ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിന്റെ ഓവറോൾ റിയാക്ഷൻ. അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്തൊരു ചോദ്യമാണ്. കൺസിഡർ എ ഫ്യൂവൽ സെൽ സപ്ലൈഡ് വിത്ത് 1 mole ഹൈഡ്രജൻ ആൻഡ് 10 mole ഓക്സിജൻ. അപ്പോൾ ഫ്യൂവൽ സെല്ലിന്റെ ഓവറോൾ റിയാക്ഷൻ ആണ് H2. 2H2 plus O2 gives 2H2O. ഞാനത് ഒറ്റ H2Oയ്ക്ക് വേണ്ടി എഴുതുകയാണെങ്കിൽ H2 plus half O2 gives H2O. അപ്പം നമ്മുടെ കയ്യിൽ 10 mole H2ഉം 1 mole H2ഉം 10 mole O2ഉം ഉണ്ട്. പക്ഷെ നമുക്കറിയാം 1 mole H2ന് റിയാക്ട് ചെയ്യാൻ ഹാഫ് മോൾ O2 മതിയെന്ന്. അപ്പോൾ 1 mole H2 will react with 0.5 mole of O2 will produce 1 mole H2O എന്നാണ്. കാരണം അവിടുത്തെ ഹൈഡ്രജൻ ലിമിറ്റിംഗ് റിയേജൻ്റാ. ഓക്സിജൻ ഇഷ്ടം പോലെ ഉണ്ട്, എക്സസാ ഹൈഡ്രജൻ ലിമിറ്റിംഗ് റിയേജൻ്റാ. അപ്പോൾ 1 mole 0.5 മോളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ 1 mole H2O പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ 1 mole H2O പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശരിക്കും റിയാക്ഷൻ അനുസരിച്ച് 2 ഇലക്ട്രോൺസുകളാണ് അവിടെ ലൂസ് ചെയ്തത്. അപ്പോൾ ഈ റിയാക്ഷൻ അനുസരിച്ച് നോക്കിയാൽ അറിയാം ഓക്സിജൻ്റെ ഓക്സിജൻ റേറ്റ് 0 ആണ്. ഇവിടെ വരുമ്പോൾ അത് -2 ആണ്. അപ്പോൾ ഓക്സിജൻ 0യിൽ നിന്ന് -2ലേക്ക് മാറി എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺസിനെയാണല്ലോ അവിടെ ട്രാൻസിഷൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ 1 mole വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ
2 ഇലക്ട്രോൺസിനെയാണ് ആ റിയാക്ഷനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് 2 ഫാരഡ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി Q കിട്ടി. Q ഈക്വൽസ് ടു 2 ഫാരഡ്. നമുക്കറിയാം Q ഈക്വൽസ് ടു I ഇൻറ്റു ടി ആണ്. അപ്പം അതിൽ നിന്ന് T കണ്ടുപിടിക്കരുതോ, Q ഡിവൈഡഡ് ബൈ I ചെയ്താൽ മതി. Q എന്ന് പറയുന്നത് 2 ഇൻറ്റു എഫ് എന്ന് പറഞ്ഞാൽ 96500. I എന്ന് പറയുന്നത് ക്വസ്റ്റൻ തന്നിട്ടുണ്ട് 96.5 മൈക്രോ ആംബിയർ ആണ്. അപ്പോൾ 10⁻³ കൂടെ ചെയ്തു. കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 2 ഇൻറ്റു 10⁶ സെക്കൻഡ് എന്ന് കിട്ടും. എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. ഓപ്ഷൻ സി ആയിരുന്നു ഈ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് 4 ചാപ്റ്ററുകളാണ് ഡിസ്കസ് ചെയ്തത്. 4 ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്ററുകളാണ്. 4 ചാപ്റ്ററുകളും ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ക്ലാസ്സുകൾക്കായി ദർശന അക്കാഡമിയുമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.